കടന്നു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട വർഗീസ് ബ്രദറാണ്. വർഗീസ് ബ്രദർ മാവേലിക്കര പെരുമൂട് സ്വദേശിയാണ്. ഞാൻ വർഗീസ് ബ്രദറും ഞാനും തമ്മിലുള്ള ബന്ധം വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഭദ്രാസനം തിരിഞ്ഞ സമയം തൊട്ട് മാവേലിക്കര ഭദ്രാസനം തിരിഞ്ഞ സമയം തൊട്ട് പുടശ്ശനാടൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് അവിടെ വന്ന് ഒരു രാവിലെ തൊട്ട് ഞായറാഴ്ച ദിവസം രാവിലെ തൊട്ട് ഉച്ച വരെ വന്ന് ക്ലാസ് എടുക്കുകയും ഇതിനെ തുടർന്ന് കുർബാന നടത്തി അർപ്പിക്കുകയൊക്കെ ചെയ്തത് മനസ്സിൽ കടന്നു വരാം. അതിനെ തുടർന്നുള്ള എല്ലാ ദേവാലയങ്ങളും ഞാനായിരുന്ന എല്ലാ ദേവാലയങ്ങളിലും പ്രിയപ്പെട്ട വർഗീസ് ബ്രദറിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചെന്നിത്തലയിലും കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട വർഗീസ് ബ്രദർ കടന്നു വരികയും പ്രദേശ വചനം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ബ്രദറിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു കാര്യം പ്രോഗ്രാമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് ഒരു തീർത്ഥയാത്ര ഉണ്ട്. ബസ് ക്രമീകരിച്ച് തീർത്ഥയാത്ര. അതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെ പിള്ളേർ പോകുമ്പോൾ അടിച്ചുപൊളി പാട്ടോ അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടും വചനം പങ്കുവച്ചുകൊണ്ടുമുള്ള ഒരു യാത്രയാണ്. പോകുന്നതും വരുന്നതും അങ്ങനെ തന്നെയാണ്. അവിടെ വണ്ടിയിൽ വെച്ച് ധ്യാനം നടത്തുകയാണ്. ധ്യാനത്തിലൂടെ പ്രിയപ്പെട്ട വർഗീസ് ബ്രദർ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ഇപ്പോൾ എത്ര പ്രാവശ്യം ആണെന്ന് എനിക്കറിയാം. 160 പ്രാവശ്യമായി കഴിഞ്ഞിരിക്കുന്നത് വേളാങ്കണ്ണിക്കുള്ള യാത്ര എല്ലാ മാസവും ക്രമീകരിക്കാറുണ്ട്. ധാരാളം പേര് ആ യാത്രയിൽ പങ്കെടുക്കാറുമുണ്ട്. അങ്ങനെ ഞാനായിരുന്ന പള്ളികളിലും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് പ്രിയപ്പെട്ട വർഗീസ് ബ്രദറിനെ കാണുവാനായിട്ടും വളരെ സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കുവാനായിട്ടും അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ ശുദ്ധമായ രീതിയിൽ ശുദ്ധമായ ഭാഷയിൽ പ്രിയപ്പെട്ട ബ്രദർ സംസാരിക്കും. പ്രത്യേകിച്ച് നമുക്ക് വേണ്ട സന്ദേശം പ്രിയപ്പെട്ട ബ്രദറിനോട് ലഭിക്കും. പ്രിയപ്പെട്ട ബ്രദറെ ഏറെ സന്തോഷത്തോടെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട അമ്മമ്മ ടീച്ചറാണ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അജി നമ്മുടെ ഇപ്പോൾ ലൈവ് പോകുന്നുണ്ട്. ഈ ലൈവും നമ്മുടെ വർഗീസ് ബ്രദറിൻ്റെ ഇതിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ പ്രസംഗങ്ങൾ ക്ലാസ്സുകൾ എല്ലാം കിട്ടും. നാളെ എൻ്റേതിനകത്ത് വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ ലൈവ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോ, ഉറങ്ങരുത്. ലൈവിൽ കൂടെ പോകുന്നതാണ് എന്നുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. ഈ പ്രിയപ്പെട്ട അജിയെ പൊന്നുകൂടുകാരനാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് പ്രിയപ്പെട്ട അജിയുമായിട്ടുള്ളത്. പ്രിയപ്പെട്ട അജിയെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഏവരെയും സിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുവാനും ദൈവസ്വരം കേൾക്കുവാനുമായിട്ട് നമുക്കൊരുങ്ങാം. എല്ലാവരും ഇരു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇപ്രകാരം ഏറ്റു പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നോട് സ്വരമുയർത്തി, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും ഹൃദയത്തെയും അങ്ങ് ഒരുക്കണമേ. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി നമുക്ക് സ്തുതിക്കാം. അമ്മയെ നമുക്ക് വിളിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉത്തരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആദിയിലെ പോലെ എന്നേക്കും ആമേൻ. ശാന്തമായിട്ട് നമുക്കിരിക്കും. ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയാം, ഈശോ താങ്കളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോയമ്പ് കാലത്തിന്റെ അവസാന കോർമ്മ അച്ഛൻ പറഞ്ഞു. നമ്മൾ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഇന്നത്തെ വിഷയം ഒരു ആത്മീയ മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ ഈ നോമ്പിന്റെ പരമപ്രധാനമായ ഉദ്ദേശം ആത്മീയ മനുഷ്യനായി തീരുക എന്ന് പറഞ്ഞ് ആത്മീയ മനുഷ്യനായി മാറുക എന്നുള്ളതാണ് നോയമ്പ്. അതുകൊണ്ടാണ് ആഗോള സഭയിൽ ഫ്രാൻസ് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ ചാരബുധനാഴ്ചയാണ് ആദ്യം അവരുടെ നോയമ്പ് തുടങ്ങുന്നത് ആഗോള സഭയിൽ. അപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു, ലോകരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തി ആണെങ്കിൽ താങ്കൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനാണ് നോമ്പുകാലം എന്ന് പറഞ്ഞ്. ലോകരാജ്യത്തിലാണെങ്കിൽ നമ്മൾ എവിടെ നിൽക്കണം? അപ്പോൾ ലോകരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. 1000 വചനം എഴുതിയ ATS കിട്ടും, 50 വചനം എഴുതിയ ഇന്ന രോഗം മാറും. ഇതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. ഇതുകൊണ്ട് ആത്മാവ് രക്ഷപ്പെടില്ല. ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ആത്മാവ് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന 3 തരം മനുഷ്യരെയാണ്. ആരാണ് ബൈബിൾ പെട്ടെന്ന് എടുത്ത് വായിക്കുന്നവരെന്ന് കൈപൊക്കിക്ക്? മൈക്ക് മേടിച്ച് അപ്പോൾ പെട്ടെന്ന് എടുത്ത് വായിക്കണം. ആത്മീയ മനുഷ്യൻ ആയി തീരുക എന്നുള്ളതാണ് നമ്മുടെ വിളി. അപ്പൊ 3 തരം മനുഷ്യരെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഈ 3 തരം മനുഷ്യരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് സുവിശേഷത്തിൽ ഒരു ആത്മീയ മനുഷ്യനെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ബർത്തിമോയിസ്. എന്താണ്? ആണോ? ഈ ബർത്തിമോയിസ് എന്ന വാക്കിന്റെ അർത്ഥം അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, ബർത്തിമോയിസ് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കേലും അറിയാമോ? ബർത്തിമോയിസ് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കേലും അറിയാമോ? ബർത്തിമോയിസ് എന്ന വാക്കിന്റെ അർത്ഥം തിമിയൂസിന്റെ മകൻ. എങ്ങനെ ഈ ബർത്തിമോയിസ് എന്ന പേര് വിടാൻ? തിമിയൂസിന് ഒരു മകനുണ്ട്. യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അവനൊരു മകനുണ്ടായി കഴിഞ്ഞപ്പോൾ 3 വയസ്സായപ്പോൾ ഇവന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്താണ്? അപ്പൊ ഈ ബർത്തിമോയിസിന്റെ അപ്പനായ തിമിയൂസ് പിശുക്കനും പ്രത്യേക സൈസ് ചുങ്കക്കാരനൊക്കെ പ്രത്യേക സൈസ് സ്വഭാവം. അദ്ദേഹത്തിന്റെ പണമാണ് ലക്ഷ്യം. അപ്പൊ ഈ മകനെ കൊണ്ട് ഇനിയും വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ യഹൂദനായതുകൊണ്ട് അവരൊരു പുറങ്കുപ്പായൊക്കെ തയ്ച്ചു കൊടുത്തു. എല്ലാ യഹൂദനും എന്തുണ്ട്? പുറങ്കുപ്പായൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് ഒരു കവലെ കൊണ്ടിരുത്തിയപ്പോൾ ഇവന് പേരിടേണ്ട സമയമൊന്നും പേരിട്ടിട്ടില്ല. അവന് പേരൊന്നും അപ്പനും അമ്മയും ഇട്ടിട്ടില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തതിന് എന്തോ പേര്. അപ്പൊ ജനങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു, ബർത്തിമോയിസ്. എന്റെ അർത്ഥം തിമിയൂസിന്റെ മകനെ, കൊള്ളരുതാത്തവന്റെ മകനെ എന്നാണ് എന്റെ അർത്ഥം. ആർക്കും ഈ തിമിയൂസിന് ഇഷ്ടമല്ലെന്ന്. അവനൊരു പ്രത്യേക സ്വഭാവം. സ്വന്തം മകനെ കൊണ്ടുവന്ന് കണ്ണുപൊട്ടനാന്ന് പറഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടു. അവന് കാഴ്ച ഉണ്ടായിരുന്നു. 3 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ കാഴ്ച വീണ്ടും കിട്ടണമെന്നാ പറയുന്നത് ഈശോ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾ വായിച്ച്. അപ്പൊ കാഴ്ച വീണ്ടും കിട്ടണം. അപ്പൊ ബർത്തിമോയിസ് ഇതാ ഈ വർഷങ്ങളായിട്ട് അവൻ ഇരിക്കുക. അവന് ഈ 3 വയസ്സ് തൊട്ട് 20 വർഷം ഈ കവലയിൽ ഇരിക്കുക.
അപ്പൊ ഈ കവലയിൽ ഇരിക്കുമ്പോൾ പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അവൻ പല ജാഥകൾ പോകുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. അപ്പോൾ അവൻ അന്വേഷിച്ചപ്പോൾ ആരാ വരുന്നത് വെച്ചപ്പോഴ് അത് നസ്രയനായ യേശു ആണെന്ന്. അപ്പൊ നസ്രയനായ യേശു ആരാണ് എന്ന് അവന് ഇതാ നിയമാവർത്തന പുസ്തകമല്ല, ഈ ബൈബിളിലെ പുസ്തകങ്ങൾ, മലാഖി വരെയുള്ള പുസ്തകങ്ങൾ അവന് ഉൾക്കണ്ണുകൊണ്ട് അറിയാം. അവന് ഉൾക്കാഴ്ച, നമുക്ക് കാഴ്ച ഉണ്ടെങ്കിലും ഉൾക്കാഴ്ചയില്ല. അപ്പൊ ഉൾക്കാഴ്ചയുള്ള ഈ വ്യക്തിക്ക് നടന്നു വരുന്നവൻ, ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചവൻ, ഒരു വാക്കുകൊണ്ട് ഈ ലോകം മൊത്തം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഇതാ മനുഷ്യാവതാരം എടുത്ത് നടന്നു വരുന്നത് അവന് മനസ്സിലായി. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വരം പോരായല്ലോ, ശക്തി പോരായല്ലോ, ഉണർവ് പോരായല്ലോ. പ്രിയ സഹോദരങ്ങളെ, അവന്റെ ഉൾക്കാഴ്ചയിലെ മനസ്സിലായി നസ്രയനായ യേശു നിസ്സാരക്കാരനായ വ്യക്തിയല്ല. അതുകൊണ്ട് അവൻ ഒച്ചത്തിൽ വിളിച്ചു. എങ്ങനെ വിളിച്ചു? അപ്പൊ നമ്മളൊക്കെ ഈ ധ്യാനമൊക്കെ കൂടി പിള്ളേരൊക്കെ വീട്ടിൽ വന്ന് ഒച്ചത്തിൽ പാട്ട് പാടി പറയും, വലിയ ഉച്ചത്തിലൊന്നും. അപ്പൊ അവന്റെ പാട്ടും നിന്നു, ബൈബിൾ വായനയും നിന്നു. ഇപ്പോഴേ അവന് ശകലം ലഹരിയൊക്കെ ഉപയോഗിക്കുക. അപ്പോഴാ അപ്പം പറയുക, ബ്രദറെ അന്ന് ധ്യാനത്തിന് വിട്ടപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവനിപ്പോ ഈ തലതിരിഞ്ഞ് നടക്കാനുള്ള കാര്യം നിന്റെ കുഴപ്പമാണ്. നിനക്ക് ഈ സ്തുതിക്കുന്ന ഇഷ്ടമില്ല. സ്വോത്രഗീതം പാപിക്ക് ഇണങ്ങത്തിരുന്ന വചനം പറയുന്നു. സ്വോത്രഗീതം കരമുയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പുരുഷന്മാരുടെ ദൗത്യം എന്നാണ് തിമോത്തിയോസിന്റെ. എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ദൗത്യം. പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകളുമുണ്ട്. കരമുയർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഞാൻ കീഴടങ്ങുക എന്നാണ്. ദൈവമേ ഞാൻ ഒന്നുമല്ല. കരമുയർത്തുക എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക്കുകാർ ഉണ്ടാക്കിയതല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. കാരണം കരമുയർത്തുക എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാൻ ഒന്നുമല്ല, ഞാനൊരു ശ്വാസം മാത്രം, നീ ഉടയവനാണ്. അതുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നതിന്റെ പേരാണ് കരമുയർത്തുക. ഇനി ഒന്ന് കരമുയർത്തിക്കേ. ഒടിഞ്ഞ കരമല്ല, ഒടിയാത്ത കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടൊന്ന് കരം വീശിക്കേ. ഹല്ലേലൂയ. അപ്പൊ പ്രത്യേകമാണ് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, ബൈബിളിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് ആണ് അവൻ. ആരാ? ബർത്തിമോയ്സ്. ഇതാണ് നമ്മളോടൊക്കെ സ്തുതിക്കുന്നൊന്നും ഇങ്ങനെ പയ്യൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യാക്കും. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചെന്ന അവന്റെ വിളിയുടെ മുമ്പിൽ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം നിന്നു. എന്റെ പ്രിയരെ, ഇന്ന് നിങ്ങളുടെ വിളിയുടെ മുമ്പിൽ കർത്താവ് നിൽക്കും. ഉറപ്പുള്ളവർ മാത്രം കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയ സഹോദര, നിന്റെ വിളിയുടെ മുമ്പിൽ ആര് നിൽക്കും? യേശു നിൽക്കും. ഇപ്പോൾ ഇവിടെ ഉറപ്പുള്ളവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനം ദൈവമാണെന്ന് വിശ്വസിക്കുന്നവര്, ഈ വചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവര് ഒരു കാര്യം മനസ്സിലാക്കണം. നീ വിളിക്കുന്ന വിളിയിൽ ആര് നിൽക്കും? മനുഷ്യന്റെ വിളിയുടെ മുമ്പിൽ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം നിന്നു. നിന്റെ നിലവിളിയുടെ മുമ്പിൽ ആര് നിൽക്കും? അവൻ മുന്നോട്ട് പോകില്ല. പ്രിയ സഹോദരനെ, ബർത്തിമോയ്സ് എന്താ വിളിച്ചത്? ദാവീദിന്റെ പുത്രനായ യേശുവേ. എന്താണ് അവൻ അങ്ങനെ വിളിക്കാൻ കാര്യം? ആർക്കെങ്കിലും പറയാമോ? അവൻ വേണമെങ്കിൽ പറയായിരുന്നു നസ്രയനായ ഈശോ എന്ന് വിളിക്കാൻ. പക്ഷെ ഇതൊന്നും വിളിച്ചില്ലല്ലോ. അവൻ ദാവീദിന്റെ പുത്രനായ യേശു എന്ന് വിളിക്കാൻ കാര്യമില്ല. ഇതിനൊരു യഹൂദ പശ്ചാത്തലമുണ്ട്. ഈ ദാവീദ് എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രവാചകനായിട്ട് അവർ കാണുന്നു. രാജാവ് മാത്രമല്ല, പ്രവാചകനും കൂടെ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങള് ഈ യൂതൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. സങ്കടം വന്നാലും, വേദന വന്നാലും, നൊമ്പരം വന്നാലും ഈ സങ്കീർത്തനം ഇങ്ങനെ ചൊല്ലും. ഇതാണ് ഇസ്രായേൽ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കും. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നെതന്യാഹു ഉൾപ്പെടെ ഇങ്ങനെ ഹീബ്രു ഭാഷയിൽ അവരിങ്ങനെ ശരീരം അനക്കിക്കൊണ്ടാവും. ഹീബ്രു ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടിയാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അവർ ആ വചനത്തിൽ, അവരുടെ ആ ഗ്രന്ഥത്തിൽ മാത്രമേ നോക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തിയോടുകൂടി ഹല്ലേലൂയ. അപ്പൊ സങ്കീർത്തനം എന്ന് പറയുന്നത് വിഷമം വന്നാലും വേദന വന്നാലും എല്ലാം സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൽ ഞാനൊരു ഇത് ചോദിക്കുന്നതിന് മുമ്പ്, ഈ സങ്കീർത്തനത്തില് ദാവീദ് തന്റെ മകനായ അബ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ, ഓടിപ്പോയപ്പോൾ, അബ്സലോം എന്ന് പറയുന്ന രാജകുമാരൻ
ദാവീദിനെ അവിടുത്തെ ജനങ്ങളെയൊക്കെ ഞാൻ പിന്നെ ഒരു രാജാവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് 2 സാമുവേൽ 15-ാം അധ്യായം ഇടിച്ചെന്ന് വായിക്കണം. അവിടെ ചെല്ലുമ്പോൾ രാജാവിൻ്റെ ഇസ്രായേലിലെ ജനത്തെ മൊത്തം ഇവന്റെ പക്ഷത്ത് അഴക്കിക്കൊണ്ട് അവന്റെ ചക്രവാക്ക് കേട്ട് ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ മൊത്തം ഇവന്റെ കൂടെയായി അവനങ്ങനെ കൊട്ടാരം പിടിച്ചെടുത്തു. ഈ കൊട്ടാരം പിടിച്ചെടുത്തപ്പോൾ ദാവീദ് മരുഭൂമിയിൽ കൂടെ ഓടുവോ? ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടുന്നവർ സങ്കീർത്തനം എഴുതുമോ? അങ്ങനെ ഒരു സങ്കീർത്തനം എഴുതി ആർക്കെങ്കിലും പറയാമോ? മർത്തോമക്കാരോ ബെന്തിക്കോസുകാരൊക്കെ ആയിരുന്നു ഈ പറഞ്ഞു. കത്തോലിക്കൽ ഇതൊന്നും അവരൊക്കെ ഇതൊന്നും എടുത്ത് നോക്കത്തില്ല. ഈ മരുഭൂമിയിൽ കൂടി ഓടിപ്പോകുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതി പറ. മരുഭൂമിയിൽ കൂടി സ്വന്തം മകനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതി പറഞ്ഞേ. 91 3-ാം സങ്കീർത്തനം. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. 3-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ഓളെ ഒന്ന് വായില്ലേ, പെട്ടെന്ന് വായില്ലേ. സങ്കീർത്തനം 3 എടുത്തേ പെട്ടെന്ന് വായില്ല, നമുക്ക് സമയമില്ല. മൈക്ക് വെച്ച് വായിച്ചേ. മൈക്ക് ഉണ്ടല്ലോ അടുത്ത്. വായിച്ചേ. ദാവീദ് തന്റെ മകനായ അബ്സലോമിൽ നിന്നും പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം. ഓടിപ്പോകുമ്പോൾ നമ്മൾ എഴുതുമോ? അയ്യോ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരയും. പക്ഷേ ദാവീദ് എഴുതുക. എന്താ എഴുതിയത്? അതിനെ 3 ഭാഗമാണ്. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അത് ഭയങ്കരമായ ദൈവികമായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമുള്ളവർക്ക് മാത്രമേ ആ സങ്കീർത്തനം പിടികിട്ടുള്ളൂ. അത്രമാത്രം ബോധ്യമാണ് അതിനകത്ത്. ആദ്യം തുടങ്ങുന്നത് എന്താ? 1-ാം ഭാഗം എന്താ? 6 വചനങ്ങളേ ഉള്ളൂ കേട്ടോ. ഈ 6 വചനങ്ങളിൽ പറയുന്നത് കേട്ടെ. എന്താ പറയുന്നത്? ആദ്യം എന്താ പറയുന്നത്? കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അനേകർ എന്നെ എതിർക്കുന്നു. എന്റെ മകൻ ഉൾപ്പെടെ അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. ഞാനിങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് ഓടി പോകുമ്പോഴേ ഇസ്രായേലിലെ ജനത്തിന്റെ സംസാരമാണ്. ഇവനെ ദൈവമൊന്നും ഇനി കൊട്ടാരമൊന്നും നമ്മൾക്ക് മുൻവിധിയാ. അവൻ പോയെന്ന്, അവൻ തീർന്നു. ഇതൊക്കെ മനുഷ്യന്റെ മുൻവിധി. അവൻ തീർന്നു. അങ്ങനെ പറയുന്നു. പലരും എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു. ഇനി ഇവന് കൊട്ടാരമൊന്നും കിട്ടത്തില്ല. വായിച്ചേ. കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷാകവചവും. എങ്കിലും കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷാകവചവും, എന്റെ മഹത്വവും, എന്റെ ശിരസ്സ് ഉയർത്തി നിർത്തുന്നവൻ അങ്ങാണ്. ഈ ജനങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. ജനങ്ങൾ പറയുന്നതൊന്നും എനിക്ക്, പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ തലകുനിച്ച് നടത്താൻ ഇടവരുത്തത്തില്ല. എന്റെ തല കുനിയാൻ എന്റെ ദൈവം ഇടവരുത്തത്തില്ല. ഉറപ്പുള്ള ഒരു കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവൻ ദർത്തിമോയ്സ് പറയുന്നവൻ ഈ ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അവനിങ്ങനെ പലരും വായിക്കുന്ന അറിയാം. അതുകൊണ്ട് അവൻ ഉൾക്കാഴ്ചയുണ്ട്. ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. ദാവീദിനെ കുറിച്ച് പറയുന്നത്, സാവൂൾ രാജാവ് ചോദിക്കുക, നീ ഈ ഗോലിയാത്തിനെ എങ്ങനെ കൊല്ലുമടാ? നീ ഒരു കൊച്ചു പയ്യനല്ലയോടാ, നിനക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കും? ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10.5 അടി പൊക്കമുള്ള, ഇന്ന് അത്രയുള്ള ഒരു മനുഷ്യനില്ല. 10.5 അടി പൊക്കം, 6 മുഴം എന്ന് പറഞ്ഞാൽ 10.4 അടി 10.5 അടി പൊക്കമുള്ള മനുഷ്യനാണ്. ഈ 10.5 അടി പൊക്കമുള്ള, ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ മുട്ടും, ഇവിടുന്ന് നിൽക്കാൻ ഒക്കാത്ത സൈസ് മനുഷ്യനാ. നീയാണെങ്കിൽ അതിന്റെ പകുതി പോലും ഇല്ല. നിനക്ക് എങ്ങനെ ഇവനെ വെക്കും? അപ്പൊ പറയുന്നത്, ഈ സൗൾ രാജാവിനോട് പറയുന്നുണ്ട്, ഞാൻ ആട് മേയ്ക്കാൻ പോകുമ്പോഴേ സിംഹമോ കരടിയോ വന്ന് ഒരാടിനെ പിടിച്ചാലുണ്ടല്ലോ ഞാൻ ആ സിംഹത്തിന്റെ പുറകെ ചെന്ന് ആടിനെ വീണ്ടെടുക്കും. സിംഹത്തെ ഞാൻ അടിച്ചു കൊല്ലും. ആ കരുത്ത് എനിക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രജകളെ രക്ഷിക്കുന്ന കരുണയുള്ള ഒരു രാജാവാണ് ദാവീദ് എന്ന് എനിക്കറിയാം. അപ്പൊ ആ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആ ദാവീദിന്റെ പുത്രനായ ഈശോയ്ക്ക് അതിലും വലിയ കരുണാമയനാണ്. അതുകൊണ്ടാണ് അവൻ ഉറക്കെ വിളിച്ചത്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട്. പെട്ടെന്ന് നിന്നു യേശു. പെട്ടെന്ന് സ്ട്രൈക്കായി പോയി. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കാൻ പറഞ്ഞു. ഇന്ന് നിന്നെയും വിളിക്കും.
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, ഏത് വേദനയിലാണ് നീ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ ആ ദൈവം നിന്നെയും എന്ന് വിളിക്കും. അവൻ മാറ്റമില്ലാത്തവനാ, അവൻ ജീവിക്കുന്നവനാ. ഏലിയ മരിച്ചു, യെശയ്യാ മരിച്ചു. ഏലിയായിക്ക് അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്ത കാക്ക ചത്തു. പക്ഷേ ഏലിയായുടെയും എലീശയുടെയും കാക്കയുടെയും ദൈവം ഇന്ന് ജീവിക്കുന്നു. അത് നിന്റെ അരികിൽ, നിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, മനമുയർത്തി ഹല്ലേലൂയ. ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം നിന്നിട്ട് ലോക ചരിത്രത്തിൽ ആരെങ്കിലും ഒരു അന്ധയാചകൻ ഓടിയിട്ടുണ്ടോ? ഒരു കണ്ണുപൊട്ടൻ ഓടി കണ്ടിട്ടുണ്ട്? കണ്ണിന് കാഴ്ചയില്ലാത്തവൻ എങ്ങനെ ഓടും? അവൻ എപ്പോഴും ഇങ്ങനെ തപ്പിത്തടഞ്ഞാണ്. പക്ഷെ വിളിക്കുന്നവൻ ആരാ? കാഴ്ച തരാൻ കഴിവുള്ളവൻ. എനിക്ക് കാഴ്ച തരാൻ കഴിവുള്ളവൻ വിളിച്ചാൽ ആ വിളിയുടെ മുമ്പിലേക്ക് ഓടിയാൽ അവൻ കുതിച്ചു ചാടി അവൻ യേശുവിന്റെ അരികെ ചെന്നു. അതാണ് അവന്റെ വിശ്വാസം. ഇനിയും ഞാൻ വീഴത്തില്ല, എന്നെ വിളിച്ചവൻ കാഴ്ച നൽകുന്നവൻ. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം പ്രിയരെ. ഈ വിശ്വാസത്തിന്റെ പേരാണ് ആത്മീയത. എന്താണ് ആത്മീയത? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് 3 തരം മനുഷ്യരെ ഒന്ന് പരിചയപ്പെടുക. ഒന്നാമത്തെ മനുഷ്യൻ ലൗകിക മനുഷ്യൻ. എന്താണ്? ഉറക്കെ പറഞ്ഞു. ലൗകിക മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ ലൗകിക മനുഷ്യരുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. രണ്ടാമത്തെ മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. മൂന്നാമത്തെ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പൊ ഈ 3 തരം മനുഷ്യരെയാണ് സമാന്തര സുവിശേഷത്തിൽ വിതയ്ക്കാരന്റെ ഉപമയിൽ ഈശോ പറഞ്ഞത്. എന്താ സമാന്തര സുവിശേഷം? മത്തായി, മർക്കോസ്, ലൂക്ക. അപ്പൊ ഈ സുവിശേഷത്തിൽ വിതയ്ക്കാരന്റെ ഉപമ പറയും. എന്താണ്? വിത്തുകൾ ചിലത് വഴികരിയിലും, ഏതെങ്കിലും കർഷകൻ വഴികരിയിൽ വിത്ത് വിതയ്ക്കും, പാറപ്പുറത്ത് വിതയ്ക്കും. അതിന്റെ അർത്ഥം ഈ വിത്തെന്ന് പറഞ്ഞ വചനം. എന്താണ് വിത്തിന്റെ പ്രത്യേകം? ഇനി കളപ്പുള്ളികളെ പോലെ ഇരിക്കാൻ നിവർന്നിരുന്നു. എന്താണ് വിത്തിന്റെ പ്രത്യേകം? എന്താ വിത്തിന്റെ പ്രത്യേകം? ഒരു തെങ്ങിന്റെ തൈ നട്ടാൽ എത്ര വർഷം വേണം ഒരു തേങ്ങ കിട്ടാൻ? ചിലപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 3 വർഷത്തിനുള്ളിലൊക്കെ കിട്ടും. ചിലപ്പോൾ 1 വർഷം കായ്ക്കുന്ന കാണും. ഒരു റബ്ബർ നട്ടാൽ, നിങ്ങൾക്ക് റബ്ബറിനെ കളിച്ച് നല്ല അറിയാം, ഒരു 7 വർഷം കഴിയാതെ റബ്ബർ വെട്ടാൻ പോകും. 7 വർഷമെങ്കിലും കുറഞ്ഞത് വേണം, എങ്കിലേ പാലെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ വിത്തിനും ഓരോ സമയമുണ്ട്. പക്ഷേ വചനമാകുന്ന വിത്തിന്റെ പേരെന്താ? വചനമാകുന്ന വിത്തിന്റെ ഗുണമെന്ന? വചനം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫലം പുറപ്പെടുവിക്കും. ഈ കേൾക്കുമ്പോൾ തന്നെ ഒരു മാനസാന്തരം ഉണ്ടാവും. ഒറ്റ വചനം 31 വർഷങ്ങൾക്ക് മുമ്പ് പണിക്കരച്ചൻ വിളിച്ചു പറയുകയാണ്, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേൽ ചെയ്യരുത് എന്ന് എന്നിലേക്ക് കാണുമ്പോൾ, ഈശ്വരവാദ പ്രസ്ഥാനത്തിൽ നടന്ന എന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ എന്നോട് സംസാരിക്കുന്ന നോർത്ത് വെല്ലുവായി കരഞ്ഞ് അവിടെ വെച്ചാണ് ഒരു വർഗീസ് മാവേലിക്കരെ രൂപപ്പെടുന്നത്. 32 വർഷങ്ങളാക്കും നീങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. വചനമാകുന്ന വിത്ത് ഇടുമ്പോ തന്നെ, അതാണ് സമരിയാക്കാരി സ്ത്രീ ആ കിണറ്റിൻകര വന്ന് നിൽക്കുക. ആ വെള്ളം കുടിച്ചാൽ അവരുടെ ദാഹം തീരുമോ? പക്ഷെ കിണറ്റിൻകരയിലെ ഉറവ നിൽക്കുക. നമ്മളെപ്പോഴും ഈ കിണറ്റിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഉറവയെ അന്വേഷിക്കുന്നില്ല. ഉറവ പറയുകയാണ്, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ ഇനി ദാഹിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ സമരിയാക്കാരി സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് സാക്ഷാൽ ദൈവത്തിന്. അവൾ സമരിയ ദേശത്തേക്ക് ഓടി. അപ്പൊ സമരിയായ ഒരു സ്ത്രീയെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുക ശിഷ്യന്മാർ. ആഹാരം മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെ ഇത് കേട്ടിട്ട് സമരിയ ദേശത്തേക്ക് ഓടിപ്പോകുന്ന ശിഷ്യന്മാർ കാണുക. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലയോ ഇനി 4 മാസം കഴിഞ്ഞ് കൊയ്ത്തുള്ളന്ന്?
അല്ല, ഇപ്പോൾ തന്നെ പോയിട്ട് ഭാഗമാണ്. അതിന്റെ അർത്ഥം എന്നാ? ഇപ്പോൾ തന്നെ അവൾ വചനം കേട്ട് സമരിയ എന്ന് പറയുന്ന ദേശത്തേക്ക് അവൾ ഓടി. ആ സമരിയാക്കാരെ മൊത്തം കൊണ്ട് ഇപ്പോൾ ഇവിടെ വരും. ഹല്ലേലൂയ. ആ സമരിയ മൊത്തം ഇറങ്ങി വരും. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന നിമിഷം തന്നെ മാനസാന്തരം നടന്നിരിക്കും. കാരണം വചനം ദൈവമാണ്. കാരണം എന്നാ പറഞ്ഞു? വലുതരം എത്തി പറഞ്ഞു, വചനം ദൈവമാണ്, വചനം വ്യക്തിയാണ് പറഞ്ഞു. അടുത്തിരിക്കുന്ന വ്യക്തിയോടുള്ള വചനം വ്യക്തിയാണ്, വചനം ക്രിസ്തുവാന്ന് പറഞ്ഞു. വചനം ക്രിസ്തുവാണ്. അപ്പൊ വചനം കേൾക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഫലം പുറപ്പെടുവിക്കും. ഞാന് ഏകദേശം ഒരു 6 വർഷത്തിന് മുമ്പ് കോർണർ പ്രിയന് വന്നപ്പോൾ ബൈബിള് തുറക്കുമ്പോൾ ഏതാ വചനം വായിക്കേണ്ടതെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ട് ഇപ്പൊ വീണ്ടും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? അന്ന് ഞാൻ ചോദിച്ച 6 വർഷത്തിന് മുമ്പ് ചോദിച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അതാണ് നമ്മുടെ കുഴപ്പം. പക്ഷേ ശോശാമ്മയുടെയും ചാക്കോച്ചന്റെയും ഒക്കെ കുറ്റമാണെങ്കിൽ ഇപ്പോഴും 21, 22, 23 വർഷമുള്ള മനുഷ്യരുടെ കുറവുകളും തെറ്റുകളും എല്ലാം പറയാൻ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും. പക്ഷെ വചനം മാത്രം മറക്കും. അപ്പൊ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം റോമർ 9:6. സമയമില്ല, എടുക്കുന്നവർ പെട്ടെന്ന് എടുത്തു. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വലതുതരം ഉയർത്തി പറഞ്ഞു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ പരാജയപ്പെടാത്ത വചനമാണ് നാം കേൾക്കുന്നത്. ഉറക്കെ പറഞ്ഞ പരാജയപ്പെടാത്ത വചനമാണ്. ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറഞ്ഞു, ഇടത്തും ഇരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു കൂടപ്പറപ്പിൽ നിന്ന് വിളിച്ചു. എന്താ ഈ കൂടപ്പറപ്പ് എന്നുള്ള വിളി വന്നെങ്ങനെയാ? ഇനി ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഈ കൂടപ്പറപ്പ് എന്നുള്ള വിളി വന്നെങ്ങനെയാ? ചാവറേച്ചനെ കേട്ടിട്ടുണ്ടോ? വിശുദ്ധനായ ചാവറേച്ചന്റെ കാലത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ആളുകളെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കും, നിങ്ങൾ ഈശോയെ സ്വീകരിച്ചു? സ്വീകരിച്ചു. നിങ്ങൾ ഈശോയെ സ്വീകരിച്ചപ്പോൾ എന്തു പറഞ്ഞു? അതൊന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ തൊട്ട് പറയണം, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പറയണം, ഈശോയുടെ ശരീരമാണ് എന്റെ ശരീരം. പറഞ്ഞു, ഈശോയുടെ രക്തമാണ് എന്റെ രക്തം. അപ്പൊ ഈശോയുടെ ശരീരമാണ് എന്റെ ശരീരമെങ്കിൽ, ഈശോയുടെ രക്തമാണ് എന്റെ രക്തമെങ്കിൽ, എന്റെ അടുത്തിരിക്കുന്ന വ്യക്തി ആരാ? കൂടപ്പറപ്പാണ്. ആരാണ് എന്റെ സഹോദരൻ? ആരാണ് എന്റെ അമ്മ? ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നു. അച്ഛനെന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാ? വചനം അനുസരിച്ച് ജീവിക്കുന്നു. മദർ തെരേസ എന്ന് വിളിക്കുന്നു. മദർ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ പ്രസവിച്ചത് കൊണ്ടാണോ? വേണ്ടിയിരിക്കുന്ന ഒരു മദർ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നീ സ്വീകരിക്കുമ്പോൾ, നീ ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നീ കൂടപ്പുറപ്പാകുന്നു. അപ്പനും അമ്മയും സഹോദരങ്ങളുമായി മാറുന്നു. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ് നമ്മൾ കേൾക്കുന്നത്. പറഞ്ഞേ, റോമ 9:6 ദൈവത്തിന്റെ വചനം. പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടാത്ത കാര്യമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഒരിക്കലും ഇനി എന്നെ നോക്കാം. ഈ ഒരിക്കലും പരാജയപ്പെടാത്ത വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് കൂടപ്പറപ്പിനോട് ചോദിച്ച്, വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? മംഗളവാർത്ത നടക്കും. സീറോ മലബാർ സഭയിൽ ഒരു മംഗളവാർത്ത കാലമുണ്ട്. ഡിസംബർ 1 തൊട്ട് 25 വരെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഒരു കത്തോലിക്കന് എല്ലാ ദിവസവും മംഗളവാർത്ത. എല്ലാ ദിവസവും വചനം സ്വീകരിക്കാൻ നിനക്കൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ നിമിഷം നിന്റെ ജീവിതത്തിൽ ഒരു മംഗളവാർത്ത നടക്കും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്. അപ്പൊ വചനം ആരാ? ക്രിസ്തുവാണ്. വെളിപാട് 19:13 അവൻ രക്തത്തിൽ മുക്കിയ മേലെങ്കിൽ ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. വെളിപാട് 19:13 പറയുക, അവൻ രക്തത്തിൽ മുക്കിയ മേലെങ്കിൽ ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം. വായിച്ചു, വെളിപാട് 19:13. അവൻ രക്തത്തിൽ മുക്കിയ മേലെങ്കിൽ ധരിച്ചിരിക്കുന്നു. അവൻ ആരാ? യേശു ക്രിസ്തു. അവൻ രക്തത്തിൽ മുക്കിയ മേലെങ്കിൽ ധരിച്ചിരിക്കുന്നു.
അവന്റെ നാമം ദൈവവചനം. അവന്റെ നാമം ദൈവവചനമെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, വചനവും കുർബാനയും ഒന്നുപോലെയാണ്. രണ്ടും വചനം കേൾക്കാത്ത ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നും ഒന്നും ലഭിക്കത്തില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ പറയാണ്, പാടുന്നിങ്ങനെ, വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ. ഇവിടെ പാടുന്ന ആരാ? പള്ളിയില് പാടുന്ന മോളൊന്ന് പഠിക്കും, കേക്കട്ടെ. പാടുണ്ട് അമ്മരെ പാടിക്കോട്ട്. ഇനി മോളോട് ചോദിക്കുക, ഇതിന്റെ അർത്ഥം എന്നാ? അർത്ഥം ഒന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ്. ഇതാ നിങ്ങൾക്കറിയാന്ന് പറ. പ്രകാശം നിറഞ്ഞ അല്ല, വെളിവ് നിറഞ്ഞതല്ല, സകല വെളിവ്, ജ്ഞാനം നിറഞ്ഞ ഈശോ, സകലത്തിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായ ഈശോ, നിന്നെ കുറിച്ചുള്ള അറിവ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ വന്നിരിക്കുന്ന ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ബൈബിളിലെ എല്ലാ വചനങ്ങളും, ഏതാണ്ട് ഒരു പകുതിയോളം വചനങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഈ തമ്പുരാൻ ആരാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ നീ വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ കൈ കെട്ടിക്കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കത്തില്ല. എന്താണ്? കൈ കൂപ്പിക്കൊണ്ട്. കാരണം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. പുറകിലത്തെ സിനിമാ തിയേറ്ററിൽ കയറുന്ന പോലെ അപ്പുറത്തെ ഇപ്പുറത്തെ വാതിൽ കൂടി കയറത്തില്ല, ആന വാതിൽ കൂടി എല്ലാവരും കേൾക്കുന്നത്. അതിന്റെ 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർഗരറ്റിനോട് പറഞ്ഞു, വിശുദ്ധ മാർഗരറ്റ്, ഓരോ കുർബാനയ്ക്കും ഞാൻ ആനവാതിൽക്കന്റെ അവിടെ നിൽക്കും. ഇപ്പൊ അജിയാ നിൽക്കുന്നതെങ്കിൽ അജി അവിടെ ചെന്നിട്ട് ആനവാതിന്റെ അവിടെ നിന്ന് കുമ്പിടുന്നു. കാരണം ഈശോയാണ് സ്വീകരിക്കുന്നത്. അവിടെ ചെന്ന് സിനിമാ തിയേറ്ററിൽ പോകുന്ന കൈവീശിക്കൊണ്ട് പോവുകയല്ല, അവന്റെ വസ്ത്രാഞ്ചരമാണ് ആ കയറ്റുവായ എന്ന് പറയുന്ന അവന്റെ വസ്ത്രാഞ്ചരം. ആ വസ്ത്രാഞ്ചരത്തിൽ ഞാൻ മുട്ടുകുത്തും. ദൈവമേ, ബലഹീനനാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ സകല മാലാഖമാരും വിറച്ചുകൊണ്ട് നിൽക്കുക വിശുദ്ധ കുർബാനയിൽ. അഗ്നിമയന്മാർ ആരെ നോക്കി വിറയ്ക്കുന്നു. ഇവിടെ നല്ല പറയില്ല, മൊബൈൽ കൊണ്ട്. പ്രിയ സഹോദരങ്ങൾ, ഒരിക്കലും പള്ളി പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ മൊബൈൽ കൊണ്ട് പോകരുത്. ഈ 31 വർഷമായി ഞാൻ മൊബൈലും കൊണ്ട് പള്ളിയിൽ പോയിട്ടില്ല. പോകത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചാൽ പോലും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സകലം സൃഷ്ടിച്ച ദൈവത്തിന്റെ ബലിയർപ്പണത്തിന് പോവുക. ഞാൻ എവിടാ പോകുന്നത് എനിക്കറിയാം. എന്നെ ഞാനാക്കിയ ദൈവം, ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച ദൈവം. ഇതാണ് ആത്മീയം. ആത്മീയ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഹലോ ഉടനെ ഇറങ്ങിപ്പോയി. അച്ഛനിവിടെ ഭയങ്കരമായ പള്ളിയിലെല്ലാം പ്രാർത്ഥനയാണ്, അതിൻ്റെ അപ്പുറത്ത് ഫോണും കൊണ്ട് പോയിരുന്ന് പാടി. എൻ്റെ സഹോദരങ്ങൾ, ദയവായിട്ട് നിങ്ങൾ ഫോണും കൊണ്ട് പോകരുത്. കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, ആ 1-1.5 മണിക്കൂർ സമയം നിന്റെ ദൈവമായി നീ ലയിച്ചു ചേരുന്ന നിമിഷമാണ്. ഇത് വിശ്വസിക്കേണ്ട രഹസ്യമാണെന്നാ പറയുന്നത്. സകല മാലാഖമാരും സകല വിശുദ്ധന്മാരും അണിചേരുന്ന നിമിഷമാണ്. സകല വിശുദ്ധന്മാരും ബലിപീഠത്തിന്റെ കീഴിലാണ്, ബലിപീഠത്തിന്റെ മുകളിലല്ല. ബലിപീഠത്തിന്റെ കീഴിൽ ഞാൻ കണ്ടെന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. 5 രൂപ എടുക്കണ്ട. അപ്പൊ എല്ലാ വിശുദ്ധന്മാരും ആ സമയത്ത് മാതാവിനെ ഒന്നും പിടിക്കാൻ പോകരുത്. വിശുദ്ധ കുർബാന സമയത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കരുത്. കാരണം പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച ദൈവത്തിന്റെ ബലി നടക്കുകയാണ്. നീ ഒരു ബലിവേദി തിരിച്ചറിഞ്ഞ് നീ ഒരു ബലിവസ്തുവായി മാറണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ബലിവേദി തിരിച്ചറിഞ്ഞ് നീ ഒരു ബലിവസ്തുവായി മാറണം. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ കുർബാന. കുർബാനയെ കുറിച്ച് പറയാനാണെങ്കിൽ 4 മണിക്കൂർ. ഈ വേളാങ്കണ്ണി ട്രിപ്പിലൊക്കെ വരുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു വേളാങ്കണ്ണി ട്രിപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടുന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞാൻ അവിടെ നിങ്ങൾ ഒരു 40-45 പേര്, അജിയാണ് അതിൻ്റെ കോർഡിനേറ്റർ, ഞാനാണ് വചനം പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഏപ്രിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വേളാങ്കണ്ണി മാത്രമല്ല 4 പള്ളികളാണ്.
വേളാങ്കണ്ണി, പൂണ്ടിമാത, ഇങ്ങനെ നമ്മൾ ആദ്യം പീരുമേട്ടിന് അടുത്തുള്ള പട്ടുമല കഴിഞ്ഞ് വേളാങ്കണ്ണി കഴിഞ്ഞ് അവിടെ ഒരു ദിവസം ഫുൾ ടൈം നമ്മൾ അവിടെ താമസമാണ്. പിറ്റേ ദിവസം 2 കുർബാന വേളാങ്കണ്ണി കഴിഞ്ഞിട്ട് നമ്മൾ പട്ടുമല പോകുന്നു, പൂണ്ടിമാതാവിൻ്റെ അവിടെ പോകുന്നു, അവിടെ കൗൺസിലിങ്. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ വാടിപ്പെട്ടി എന്ന് പറയുന്നിടത്താണ് അത്ഭുത തീർത്ഥമാണ്. അവിടെ വെച്ചാണ് മരിയൻ തീർത്ഥാടനമൊക്കെ അവിടെ യോസഫ് അച്ഛൻ്റെ എവിടെ കൃപാസനത്തിലെ അച്ഛൻ അവിടെ വെച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ചാണ് സന്ദേശം കൊടുത്ത് നീ നാട്ടിൽ ചെന്ന് ഇത് ചെയ്യണം. അപ്പോൾ അത്ഭുത തീർത്ഥം വന്നൊരു ദേവാലയമാണ്. അപ്പോൾ മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആഴമായ ക്ലാസ്സുകളും ഒക്കെയാണ്. ഇവിടെ 1 മണിക്കൂർ ക്ലാസ് കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താണെങ്കിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഇവിടുന്ന് ബസ് വന്ന് ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ്. ഇപ്പോൾ നമ്മൾ 8 വർഷത്തിന് മുമ്പ് കൊടുത്തിരിക്കുന്ന അതേ പൈസ 3500 രൂപയേ ഉള്ളൂ. 3 ദിവസത്തെ യാത്രയാണ്. നമ്മുടെ യാത്രയിൽ ഭക്ഷണവും താമസവും എല്ലാം കൂടി ഇൻക്ലൂഡാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവവചനം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വരുന്നേ കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മുടെ ബസ് നിങ്ങളുടെ പള്ളിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോഴും ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊന്നും വേണ്ട, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ്. എന്താണ് പരാജയപ്പെടാത്ത? ഈ ബൈബിൾ തുറക്കുമ്പോൾ ഈ 3 നിങ്ങൾ ഈ കോർണർ മീറ്റിങ്ങിൽ ഒത്തിരി വചനമൊന്നും പഠിച്ചില്ലെങ്കിലും 3 വചനമെങ്കിലും പഠിക്കണം. അപ്പൊ ഈ വചനം എങ്ങനെ കേൾക്കണം? അടുത്തിരിക്കുന്ന കൂടപ്പുറത്തിനോട് ചോദിച്ചേ, വചനം എങ്ങനെ കേൾക്കണം? എസെക്കിയേൽ 3:10, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വചനം. എല്ലാവരും നേരിട്ട് പറഞ്ഞ എസെക്കിയേൽ 3:10. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3:10 വായിച്ചോളെ. അവൻ തുടർന്നു, മനുഷ്യപുത്ര എന്നുള്ളടത്ത് മോടെ പേര് പറ. സയന, ഞാൻ നിന്നോട് പറയുന്നു, പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കണം. എങ്ങനെ കേൾക്കണം? ചെവിക്കകത്ത് വല്ല കായം വല്ല ഉണ്ടോ? അപ്പൊ ചെവി തുറന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം സൂക്ഷിക്കേണ്ടത് എവിടെ? ഈ 31 വർഷമായി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ മാത്രം അവർ ചോദിക്കുമ്പോൾ ഈ ബൈബിൾ തുറക്കത്തേ ഉള്ളൂ. അതുവരെ വചനം ബൈബിൾ ഇങ്ങനെ ഇരിക്കും, എൻ്റെ കൂടെ ഉണ്ട്. ഈ വചനം എവിടെ സൂക്ഷിക്കണം? ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന്. കേൾക്കുന്നുണ്ടോ മോളെ? മനുഷ്യപുത്ര, നിന്നോട് ഞാൻ പറയുന്നു. മനുഷ്യപുത്ര എന്ന് പറഞ്ഞ മോനെ, നിന്റെ പേരെന്നാടാ? അനീഷേ, അനീഷിനെ ഒന്ന് പിടിച്ച്. അനീഷേ, നിന്നോട് ഞാൻ പറയുന്നു. എന്ത് പറയുന്നു? ഈശോ പറയുന്നു, നീ എങ്ങനെ കേൾക്കണം? ചെവി തുറന്ന് കേൾക്കണം. അതാണ് കർത്താവ് പറയുന്നത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ടവനൊന്നും പരാജയപ്പെട്ടിട്ടില്ല. ചെവി തുറന്ന് കേട്ടു. ഒരു ഫ്രാൻസിസ് സേവ്യർ കണ്ടോ, വിശ്വസി 500 വർഷത്തോളം അടുക്കാൻ പോകുന്നു, ഇപ്പോഴും അഴുകാതിരിക്കുക. 10 വയസ്സുകാരി ഒരു പെൺകൊച്ച് ഒരു വചനം കേട്ടു. ഈ ചെറിയൊരു നിലവിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അവൾ ഇതാ പാപങ്ങളുടെ അമ്മയായി മദർ തെരേസ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ ചെവി തുറന്ന് കേട്ടിട്ടുണ്ടോ അവനൊക്കെ കാലങ്ങളും വർഷങ്ങളും കഴിഞ്ഞാലും അവൻ മരിക്കുന്നില്ല. കേട്ടോ, വചനമില്ലാത്ത മനുഷ്യനൊക്കെ മരിക്കുക. അതുകൊണ്ടാണ് സ്നാവയോഗൻ ഞാൻ പറഞ്ഞത്, വൃക്ഷത്തിന്റെ വേരിനെ കോടാലി. എന്താണ് വൃക്ഷം? ചേട്ടൻ നീ വന്ന് എഴുന്നേറ്റ് പാറ്റിട്ടാ. എഴുന്നേറ്റ്. അപ്പനല്ലേ? അപ്പൻ ശ്രദ്ധിച്ച് അപ്പൻ ഇങ്ങോട്ട് പോയി. ഇതൊരപ്പനാണ്. എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. ഈ അപ്പൻ മക്കൾക്ക് പണം കൊടുത്താലോ അവരെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചാലോ ഈ മക്കളെ അപ്പനെ സ്നേഹിക്കണമെന്നില്ല. പക്ഷെ വചനം കൊടുത്താൽ ഈ അപ്പനെ മക്കൾ ഒരിക്കലും മറക്കത്തില്ല. വൃക്ഷം എന്ന് പറഞ്ഞാൽ ഈ അപ്പനാണ്. ഈ അപ്പന്റെ വൃക്ഷത്തിന്റെ വേരിൽ കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ കോടാലി എന്ന് പറഞ്ഞ വിസ്മൃതിയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ, ശവടക്ക് കഴിഞ്ഞാൽ പിന്നെ അപ്പനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ മക്കൾ മാറി. പക്ഷേ ദൈവത്തിന്റെ വചനം കൊടുക്കുന്ന അപ്പനാണോ
തലമുറകൾ തോറും വിളിച്ചു പറയും, എന്റെ അപ്പൻ, എന്റെ അപ്പൻ, എന്റെ അപ്പൻ, എന്റെ അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചാലും ജീവിക്കും അപ്പൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വൃക്ഷത്തിന് വേരെന്ന് പറഞ്ഞാൽ വൃക്ഷം നീയ. വിശ്വാസം, വിശ്വാസത്തെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഫെയ്ത്ത്. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഫെയ്ത്തിനകത്തൊരു ഫ്രൂട്ടുണ്ട്. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഫ്രൂട്ടുണ്ട്. ഇപ്പൊ മാവ്, ഇവിടെ ഒരു മാവുണ്ടെന്നിരിക്കട്ടെ, കിളിച്ചുണ്ട മാങ്ങ, ഏത് മാങ്ങയായിരിക്കട്ടെ, ആ മാവ് ഒരു 200-250 മാങ്ങ തന്നു. അത് പലരും കഴിച്ചു. ഏതെങ്കിലും മാങ്ങ കഴിക്കുന്നുണ്ടോ? ഈ മാങ്ങ കഴിച്ചവനോട് ചോദിക്കുന്നുണ്ടോ, എൻ്റെ മാങ്ങ തിന്നിട്ട് നീ എന്നെ എന്താ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫലം നൽകുന്നവനായി മാറണം. ഒരപ്പൻ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫലം നൽകുന്ന വിശ്വാസിയായി മാറണം. ആ ഫെയ്ത്തിനകത്തൊരു ഫ്രൂട്ടുണ്ട്. ആ ഫ്രൂട്ട് എന്താ? ആത്മീയ ഫലങ്ങൾ എന്നിൽ ചൊരിഞ്ഞ് ദൈവസ്വരൂപനാക്കണമേ, എന്നെ സ്നേഹസ്വരൂപനാക്കണമേ. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ, ക്ഷമയാൽ, ദയയാൽ, നന്മയാൽ എൻ ഹൃദയം നിറയ്ക്കണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയവും തന്ന് എന്നെ ആരായി തീർക്കണം? ഒരു ദൈവ പൈതലാക്കി മാറ്റണം. ആത്മാവിന്റെ ഫലങ്ങളാണിത്. പ്രിയ സഹോദരനെ, ആത്മാവിന്റെ ഫലം ഉള്ളിലുള്ളവനെ ക്ഷമിക്കാൻ ഒക്കുന്നു. നിങ്ങൾ പലതും വർജിക്കും, പക്ഷെ ആർജിക്കില്ല. ഇന്നലെ ഒരു അമ്മച്ചിയെ കണ്ടു. മൂത്ത മരുമകളുമായിട്ട് 27 വർഷമായിട്ട് പിണക്കത്തില്ല. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇറച്ചിയും മീനും ഒക്കെ കഷ്ടാനുവാഴ്ചയ്ക്ക് മുമ്പ് വരെ കഴിച്ചു, പ്രശ്നമില്ല. പക്ഷെ അമ്മച്ചി മൂത്ത മരുമകളോട്ട് രമ്യപ്പെടുന്നു. അല്ലെങ്കിൽ അമ്മച്ചിയുടെ ആത്മാവ് നിത്യനരകത്തിൽ പോകും. അവളുമായി രമ്യപ്പെട്ടൊരു ഇതും വേണ്ട. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മൂത്ത മരുമകളോട് സ്നേഹമില്ല. ഹല്ലേലൂയ. സ്നേഹം ഇല്ല. സ്നേഹത്തിന്റെ 11 ഗുണങ്ങളും 5 ഭാവങ്ങളുമാണ്. കേൾക്കുന്നുണ്ടോ മോളെ? മോളെ കേൾക്കുന്നുണ്ടോ? സ്നേഹത്തിന് എത്ര ഗുണങ്ങളാ? എത്ര ഗുണം? ശ്രദ്ധിച്ചില്ല, അങ്ങോട്ട് പോയി. 11 ഗുണങ്ങളും 5 ഭാവങ്ങളും. സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഗുണം എന്നാ? 1 കൊരിന്ത്യർ 13:4. സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഗുണം പറയുക. 1 ഗുണം. സ്നേഹത്തിന്റെ ഒന്നാമത്തെ ഗുണം പറഞ്ഞേ. സ്നേഹം. സ്നേഹത്തിന്റെ സ്നേഹം 1 കൊരിന്ത്യർ 13:4 എടുത്ത് ഒന്ന് വായിച്ചേ മോളെ. ആ മൈക്ക് അങ്ങോട്ട് അങ്ങോട്ട് വായി. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. ആ സ്നേഹത്തിന് എന്തുണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ദീർഘക്ഷമയുണ്ടെന്ന്. എന്താ ദീർഘക്ഷമ? തള്ളിപ്പറഞ്ഞവനെ വാരിപ്പൊണരും. തിരിച്ചു തള്ളിപ്പറഞ്ഞവനെ വാരിപ്പൊണരുന്നതിന്റെ പേരാണ് സ്നേഹം. മോനെ അനീഷേ, നിന്നെ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കോടതി കയറ്റി നീ 6 മാസം ജയിലിലാണ്. നിന്നെ ജയിലിൽ കയറ്റിയവന്റെ അടുക്ക വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു സന്തോഷമുണ്ട് എന്ന് പറയൂ. ഇതിന്റെ പേരാ സ്നേഹം. ഹല്ലേലൂയ. ഇതിന്റെ പേര്, ഇതാണ് ക്രിസ്തീയ സ്നേഹം. തന്റെ കുടലുകൾ ഭേദിച്ചു പോയി അനിയുടെ അടുക്ക ചെന്ന് ജയിലിൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദര, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എന്നെ വെടിവെച്ചതിനെ ഓർത്ത് എനിക്കൊരു യാതൊരു വെറുപ്പുമില്ലെന്ന് പറഞ്ഞിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവന്റെ 2 കബറിൽ ഉമ്മ കൊടുത്തു. ഹല്ലേലൂയ. നീ ചെയ്യുമോ സഹോദര? നീ പലതും ആദ്യം വർജിക്കും. ഇറച്ചി വർജിക്കും, മീൻ വർജിക്കും, മറ്റത് വർജിക്കും. കയ്യിലിരിപ്പൊന്നും കളയത്തില്ല. ഇപ്പോഴും പഴയ സ്വഭാവം, മുൻക്ഷോഭമാണ്, ഭയങ്കര ഇതാണ്. പ്രിയ സഹോദരനെ, മാറ്റമില്ലാത്തതൊന്നും നോമ്പല്ല. മാറ്റമുള്ളതിന്റെ ആർജിക്കുന്നതിന്റെ പേരാ. വർജിക്കാൻ ആർക്കും കഴിയും. ഇറച്ചി മീനും വർജിക്കാൻ ആർക്കാ കഴിയും. പക്ഷെ നീ ആർജിച്ചോ? നീ എന്തെങ്കിലും ആർജിച്ചോ ഈ നോമ്പ് കാലം? നിങ്ങൾ പറയും വലു സൈഡിൽ കിടന്ന കള്ളൻ ചൊല്ലുന്ന പോലെ ഞാൻ അടുത്ത ഞായറാഴ്ച ഈ കള്ളന്റെ 9 ഗുണങ്ങളാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയതിന്റെ പേരാണ് കല്ല്. നിങ്ങൾ ആ കുരിശിൽ കിടന്നുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയത്. കുരിശിൽ കിടന്നുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നീ രാജാവായി വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന്. ആദ്യത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി. കുരിശിൽ കിടന്നുകൊണ്ടാണ് അവന്റെ സാക്ഷ്യം മറ്റേ കള്ളനോട് പറയുന്നത്. സഹനങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് പറയാ, നമുക്ക് ഈ ശിക്ഷ വേണ്ടതായിരുന്നു.
ഹല്ലേലൂയ. അവന്റെ 9 ഗുണങ്ങളെ കുറിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ആ 9 ഗുണങ്ങളുള്ളത് കൊണ്ടാണ് അവൻ നല്ല കള്ളനായി മാറിയത്. അതായത് പെട്ടെന്ന് നീ ഇന്ന് മരിച്ചിട്ട് കയ്യിലിരിപ്പും മോശം, എല്ലാം മോശം, എന്നിട്ട് കൊന്ത ചൊല്ലിയിട്ടും ഒരു വ്യക്തിയോട് നിങ്ങൾ വെറുത്തിട്ട്, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വെറുപ്പാണ്. ഇന്ന് നിങ്ങൾ മരിച്ച നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും. എവിടെ പോകും? നേരിട്ട് നിത്യനരകത്തിൽ പോകും. മനസ്സിലായി? പിടികിട്ടിയോ? മത്തായി 5:13 വായിച്ചു. മത്തായി 5:13 പെട്ടെന്ന് എടുത്ത്. മത്തായി 5:13 പെട്ടെന്ന് എടുത്ത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. പേര് പറ. സൈന ഭൂമിയുടെ ഉപ്പാണ്. സൈന്യം ഭൂമിയുടെ ഉപ്പാണ്. സൈന്യം ആരാ? ഭൂമിയുടെ ഉപ്പാണ്. ഈ ഭൂമിയുടെ ഉപ്പിന്റെ പ്രത്യേകത എന്താ? ഉപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേടുകൂടാതെ സൂക്ഷിക്കും. സൈന മുഖേന ആർക്കും കേടുണ്ടാകത്തില്ല. സൈന പിന്നെന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ പഠിക്കുന്നു? സൈനയുടെ അപ്പം വന്നിട്ടുണ്ടോ? എവിടെ ഉണ്ട്? ആ, കൈ ഉയർത്തിക്ക്. ഈ വീട് തന്നെ. അപ്പൊ സൈനയുടെ അപ്പനെ മോള് എന്തെങ്കിലും വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നീ ഉപ്പ. മറ്റുള്ളവരെ വാക്കിലോ പ്രവർത്തിയാലോ നീ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവനെ വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് ഭൂമിയുടെ ഉപ്പ്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? കേടുകൂടാതെ, ഞാൻ മൂലം ആർക്കും ഒരു കേടും വരരുത്. എന്റെ പരദൂഷണം നിമിത്തം, എന്റെ കുറ്റം പറച്ചിൽ നിമിത്തം കേടുണ്ടാവില്ല. ഞാൻ ഈ പാലായിൽ ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് ചെന്നപ്പോഴേ 2200 വീട്ടുകാരുടെ ഒരു പള്ളിയാണ്. അപ്പോൾ അച്ഛൻ്റെ മേടയിൽ അവിടെ എഴുതിയിരിക്കുക, ആരുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്, പരദൂഷണം പാടില്ല. പരദൂഷണം ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇവിടെ വരണ്ട. അച്ഛ ഇങ്ങനത്തെ ചാക്കോച്ചൻ ഇങ്ങനത്തെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വരണം. മറ്റുള്ളവനെ കേടുകൂടാ, മറ്റുള്ളവൻ നീ മുഖേന ആരുടെയും കണ്ണു നനയരുത്. മക്കൾ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ മുഖേന നിന്റെ അപ്പന്റെയും അമ്മയുടെയും കണ്ണ് നിറയരുത്. കേൾക്കുന്നുണ്ടോ? ഞാൻ മുഖേന എന്റെ അപ്പനും അമ്മയും വേദനിക്കാൻ ഇടയില്ലെങ്കിൽ നീ ഭൂമിയുടെ ഉപ്പാണ്. ഹല്ലേലൂയ. ഉപ്പിന്റെ രണ്ടാമത്തെ 17 പ്രത്യേകത, 2 പ്രത്യേകതയെ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഉപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപ്പ് രുചി. ഉപ്പ് ശകലം ഒഴിച്ച ഒരു തൈരൊക്കെ ഉണ്ട്, തൈര് മാത്രം അങ്ങോട്ട് കുടിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൂടെ ശകലം ഉപ്പ് രുചി തരും. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചി തരുന്നു. അപ്പൊ നീ മൂലം മറ്റുള്ളവർക്ക് രുചിയാണോ അതോ കയ്പാണോ? ആണോ? കയ്പാണോ രുചിയാണോ? ആ രുചി വീട്ടിൽ ചെരുമ്പോഴറിയാം. ഈ തിരുക്കുടുംബം എന്ന് പറയുന്നത് എന്താ? ആരൊക്കെയുണ്ട് അവിടെ? ആദ്യം യൗസേപ്പ് പിതാവ് ഇല്ലേ, പിന്നെ മാതാ, പിന്നെ അതിന്റെ നടുക്കാരുണ്ട്. ഈ കുടുംബത്തെ വിളിക്കുന്നത് എന്താ ഈ തിരുക്കുടുംബം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ തിരു എന്ന് പറഞ്ഞാൽ തിരുമനസ്, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈ കുടുംബം ഒന്നും ചെയ്യത്തില്ല. യൗസേപ്പ് പിതാവ് ആരോട് ആലോചന ചോദിക്കും? ദൈവത്തോട്. പരിശുദ്ധ അമ്മ ആരോട് ആലോചന ചോദിക്കും? ഈശോ ആരോട് ആലോചന? എന്റെ പിതാവ് പറയാത്തതൊന്നും പുത്രൻ. ഈ കുടുംബത്തിന്റെ പേരാണ്. അതുകൊണ്ട് തിരുക്കുടുംബം പോലെ നിന്റെ കുടുംബമാകണം. അതാണ് ഈശോയ്ക്ക് ആവശ്യം. അവിടെയാണ് നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ലോകരാജ്യത്തിലേക്ക്. ലോകരാജ്യത്തിൽ നിന്നുകൊണ്ട് യുദ്ധം തീർന്നോ, ഇവിടെ ആര് ജയിക്കും, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആര് ജയിച്ചാലെന്നെ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ ചർച്ചയൊക്കെ നിർത്തണം. ഈ നോമ്പുകാലത്ത് ഇതൊന്നും കേട്ട നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ മാറ്റിയിട്ട് ദൈവത്തിലേക്ക് തിരിയണം. ഈ ലോകം അത്രമാത്രം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ക്രൈസ്തവൻ മുട്ടിന്മേൽ നിന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞ് മുന്നോട്ട് പോയാൽ സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആത്മീയ മനുഷ്യനായി തീരണമെങ്കിൽ ഒന്നാമതായി
രണ്ട് മനുഷ്യരെ കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടും. ആദ്യത്തെ മനുഷ്യനാണ്, ശ്രദ്ധിച്ച്, ലൗകിക മനുഷ്യൻ. ലൗകിക മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ എവിടാ പറയുന്നത്? 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വചനം. എല്ലാവരും നേരിട്ട് പറഞ്ഞ് കൊരിന്തോസുകാർക്ക് എഴുതിയ. അപ്പൊ അതിനു മുമ്പ് ഈ കൊരിന്തോസ് സഭയോട് പറയുന്ന ഒരു ഭാഗം വായിച്ചിട്ട് തുടങ്ങാം. കൊരിന്തോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് നോക്കി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2 തൊട്ടുള്ള തിരുവചനം ആദ്യം വായിക്കും. കോറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക്, കോറിന്തോസിലുള്ളടുത്ത് നിങ്ങളുടെ ഈ പള്ളിയുടെ പേരെന്നാ? സെന്റ് അമാദേയൂസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് കൂടെ പറ. സെന്റ് അമാദേയൂസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് എഴുതുന്നത്, സഭയ്ക്ക് എഴുതുന്നത് യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വെളിപ്പെട്ടവർ. അപ്പൊ 2 കൂട്ടരെ ഈ സഭയിലുള്ളൂ. ഒന്ന് വിശുദ്ധൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് താങ്കളെ കണ്ടിട്ട് താങ്കൾ ഒരു വിശുദ്ധനാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ആദിമ കത്തോലിക്ക സഭയിൽ 325 വർഷം വിശുദ്ധന്മാർ മാത്രമുള്ള സഭയായിരുന്നു. ആര്? കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ ശിഷ്യന്മാർ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. എന്താണ് വിശുദ്ധൻ? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറ, താങ്കൾ ഒരു വിശുദ്ധനാന്ന് പറ. ഒരാളോട്. അപ്പൊ എത്ര രൂപക്കൂടെ ഉണ്ടാക്കണമെന്ന് അച്ഛനോടൊന്ന് പറയണം കേട്ടോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, അപ്പോൾ കൊരിന്തോസിലുള്ള സഭയോടെന്ന് പറഞ്ഞാൽ നിന്നോട് പറയുക, ഈ പള്ളിയിലുള്ള ഇടവക്കാരോട് പറയുക. എന്താ പറയുന്നത്? യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എല്ലായിടത്തും എല്ലായിടത്തും പറയണമെന്ന്. നീ വീട്ടിൽ ഇരുന്നാ പോരാ. യേശുക്രിസ്തു മാത്രമേ ഏക രക്ഷകനുള്ളൂ എന്ന് നീ വിളിച്ചു പറയാൻ നിനക്ക് തന്റെ ഇടമുണ്ടോ? അതിന്റെ പേരാണ് സുവിശേഷം. അതാണ് പൂർണ്ണത്തിലച്ഛൻ പറയുന്നത്, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം ക്രിസ്തു മാത്രമെന്ന് പെന്തിക്കോസ്തുകാരൻ പറഞ്ഞാൽ നീ വീട്ടിൽ ഇരുന്നോണ്ട് ഇങ്ങനെ പറയും, മിണ്ടത്തില്ല, നീ പറയത്തില്ല. നിനക്ക് ഇങ്ങനെ പലരും വേണം. അവിടെയും ഇവിടെ 2 വള്ളത്തിൽ കാല് ചവിട്ടിയല്ല നടക്കുന്നത്. രക്ഷപ്പെടില്ല. ഒറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൊരിന്തോസ് സഭയോട് പറയുമ്പോൾ അതിന്റെ 2-ന്റെ 1 പറയുക, അതിന്റെ 2-ന്റെ 2 പറയുക, 2-ന്റെ 2 പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും, ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയേ, മറ്റൊന്നിനെ കുറിച്ചും. ചിലവരൊക്കെ പറയും, പഞ്ചപാണ്ഡവന്മാർ അങ്ങോട്ട് പോയപ്പോഴേ, അല്ലെങ്കിൽ ഇന്നത് പോയപ്പോൾ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ദൈവവചനം മാത്രം പറഞ്ഞാൽ മതി, അതിനപ്പുറം ഒന്നും പറയണ്ട. ഒരു മാമോദീസയാണ്. മാമോദീസയെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്. അപ്പോഴേ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി, എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ നീ മറ്റൊന്നിനെ കുറിച്ച് അറിയണ്ട. എന്താ ഈ അമേരിക്ക നിലനിൽക്കുന്നതെന്ന് അറിയാമോ? അമേരിക്കൻ ഗ്രാമങ്ങളുണ്ട്, 10,000 ഏക്കർ സ്ഥലങ്ങൾ. അവരാണ് ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക വൈദികരെ പഠിപ്പിക്കുന്നവർ. ഇന്ന് സെമിനാരിൽ പോകുന്നു. പണ്ട് ജർമ്മനി ആയിരുന്നു, ഇപ്പൊ അമേരിക്ക. ഈ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന കൃഷി, അവർക്ക് മിച്ചം കിട്ടുന്ന പൈസ മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കും. ഒരു മക്കളെയും കോളേജിലും സ്കൂളിലും പഠിപ്പിക്കത്തില്ല, ബൈബിള് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. അമേരിക്കൻ ഗ്രാമങ്ങളിൽ നടക്കുന്ന സംഭവം. അതുകൊണ്ടാണ് അമേരിക്ക ഇന്നും തകരാതെ. അതുകൊണ്ടാണ് അവരുടെ ഡോളർ എഴുതിയിരിക്കുന്നത്, വി നീഡ് ഐ ട്രസ്റ്റ്. ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ആ ഡോളർ പോലും ഇറക്കിയത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരാ, നീ ശ്രദ്ധിക്കുക, നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആത്മീയ മനുഷ്യൻ ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ച്, നീ വിശുദ്ധനാകാൻ അപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ അനീഷേ. ഈ ഒന്ന് വിശുദ്ധനാകുക, അല്ലെങ്കിൽ വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവർ. ഇത് 2 അല്ലാതെ അപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല. നീ വിശുദ്ധനാകാൻ വേണ്ടിയാണ് ഈ നോമ്പുകാലം. ഈ നോമ്പുകാലം 50 നോമ്പ് നോക്കിയിട്ട് നിനക്ക് വിശുദ്ധനായോ? 40 നോമ്പുകൾ നോക്കുക, നീ പാട് തീറ്റുകതയില്ലാത്തവനെ പാട്. ഈ മോള് മാത്രം പറ, ഈശായിസുതൻ ആരാ? മൈക്ക് വെച്ച് പറ. ഈശോ ഒന്നുമല്ല, ദാവീദ്, യെസ്സയുടെ പുത്രനായ ദാവീദിനോടൊപ്പം. ഈസായുടെ പുത്രൻ ആരാണ്? ദാവീദിനെ പോലെ
കരഞ്ഞ് 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 കരഞ്ഞൊരു കിടക്ക നനഞ്ഞു. അതിന്റെ പേരാണ് നോമ്പ്. പാവം ഏറ്റുപറഞ്ഞ് അവന്റെ കിടക്ക നനഞ്ഞു. ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് കിടക്ക നനയുന്നതിന്റെ പേരാണ് 51 സങ്കീർത്തനം ചൊല്ലി അവന്റെ അവന്റെ പാവങ്ങളെ കുറിച്ച് ഏറ്റുപറയുന്നതിന്റെ പേരാണ്. അതുകൊണ്ടാണ് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹത്തിന് അസൂയയില്ല. എന്താണ്? സ്നേഹത്തിന് കോപമില്ല. പറഞ്ഞു, കോപമില്ല. അപ്പൊ സ്നേഹത്തിന്റെ നിർവചനം തന്നെ പറഞ്ഞാൽ തന്നെ തീരാത്ത പോലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആരാണ്, ശ്രദ്ധിച്ച്, ആരാണ് ലൗകിക മനുഷ്യൻ? 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യൻ ആരാണെന്ന് പെട്ടെന്ന് വായിച്ചേ. ലൗകിക മനുഷ്യനും ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്നെ നോക്കിക്കേ. ലൗകിക മനുഷ്യൻ, രാത്രി ശകലം വാട്ടീസൊക്കെ അടിച്ച് കിടക്കുന്ന മനുഷ്യൻ. ശരീരത്തിനൊക്കെ വേദനയാണ്, അതുകൊണ്ട് ശകലം കുടിച്ചിട്ട് കിടക്കുന്നതല്ലേ. ഈസ്റ്ററിന്റെ അന്ന്, ഈസ്റ്റർ കുർബാനയ്ക്ക് കഴിഞ്ഞ വർഷം കത്തീഡ്രൽ നിൽക്കുക, എൻ്റെ പുറകിൽ നിൽക്കുന്ന അപ്പുറത്ത് മെട്രിക് കോട്ടക്കാരനോട് ചോദിക്കുക, കുപ്പി ഉണ്ടോന്ന്. കുപ്പി നല്ല ഇഷ്ടം അല്ലേ? ഉത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നല്ലേ. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് കാലം ചെയ്ത മാർപ്പാപ്പ പറഞ്ഞ ക്രിസ്ത്യാനിക്ക് എല്ലാ ദിവസവും ഈസ്റ്ററാ. ഈ ഭൂമിയുമായിട്ട് ബന്ധമില്ലാത്തതിന്റെ പേരാണ്, ഈ ഭൂമിയിലെ സംഗതികളൊക്കെ ചപ്പും ചവറുമാണെന്ന് പൗലോസ്ലീഹായെക്കുറിച്ച് പറയുന്നതിന്റെ പേരാണ് ഈസ്റ്റർ. ഇവിടുത്തെ എല്ലാം മായയാണ്, ഇതൊന്നും നിലനിൽക്കത്തില്ല എന്ന് പറയുന്നതിന്റെ പേരാണ് ഈസ്റ്റർ. എനിക്കൊരു നിത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് പറയും, അതാണ് ഈസ്റ്റർ. അല്ലാതെ ഇവിടുത്തെ കുറെ മക്കളൊക്കെ പോയി അമേരിക്കയിൽ നിന്ന് കുറെ പൈസ കിട്ടുന്നതിന്റെ പേരല്ല ഈസ്റ്റർ. പിടി കിട്ടിയോ? അനീഷിന് പിടി കിട്ടിയ? ഇപ്പൊ നിനക്ക് വൈദികനാണെന്ന് ആഗ്രഹമുണ്ടോ? ചെറിയൊരു ആഗ്രഹം വന്നു തുടങ്ങിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ശ്രദ്ധിച്ച് എന്താണ് എന്താ ആത്മീയ ലൗകിക മനുഷ്യൻ? ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ ഈ വചനം ഉൾക്കൊള്ളത്തില്ലെന്ന്. അതുകൊണ്ടാണ് പാറമേൽ വിതച്ച വിത്ത്. ഈ വചനമാകുന്ന വിത്ത് അവന്റെ തലയിലൊന്നും. ഞാൻ ബാംഗ്ലൂരിലെ ഡോക്ടേഴ്സിനെ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. 75ഓളം ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയാ, അതിലൊരു 19 ഡോക്ടേഴ്സ് പറയാ, അവരെല്ലാം PG സർജന് ആൻറ്റിയോപതി പഠനമൊക്കെ ഉള്ളവരാ. അവർ പറയാ, ബദറെ ഞങ്ങൾ പഠിച്ചപ്പോഴൊക്കെ റാങ്കോടുകൂടിയാണ് പഠിച്ചത്, പക്ഷെ വചനം മാത്രം തലയിലോട്ട് കയറുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ മാത്രമേ നടക്കുള്ളൂ പ്രിയരെ, അല്ലെങ്കിൽ ഒരു വകയും പറയാനൊക്കെ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമായാൽ ഈ വചനം അവന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ഈ ദാനങ്ങൾ ഇത് വചനം എന്താ? നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദാനമാണ് ഇത്, ദാനമാണ് ഇത്. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പൊ ഈ ദാനം ആത്മീയമായി വിവേചിച്ചറിയുന്നത് കൊണ്ട് ഈ വചനം അവനെ ഗ്രഹിക്കാൻ. ഇന്ന് പള്ളിയിലെ ഏത് ലേഖനമാണ് വായിച്ചത് ചോദിച്ചാൽ ഒരു 75% പറയത്തില്ലെന്ന് എനിക്കറിയാം. എടാ അനീഷ, ഏത് ലേഖനം ഇന്ന് വായിച്ചത്? ആ ലേഖനത്തിന്റെ ഒരു വചനം പറയാമോ? ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ? അത് പറഞ്ഞായിരുന്നു ഇന്ന് ലേഖനത്തിൽ. ഏത് ലേഖനം അത്? ഏത് പൗലോസ്ലീഹ ഏത് ആർക്കെഴുതിയ ലേഖനം? ആ സമയത്ത് ഇങ്ങനെ റോമക്ക 1-2 പേരൊക്കെ പറയും. ഇന്ന് ഏത് സുവിശേഷമോ വായിച്ചത്? തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു മർക്കോസാന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ലൗകിക മനുഷ്യൻ ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അച്ഛന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അവൻ പള്ളിയിൽ വരുത്തും. ഇത് ഉൾക്കൊള്ളാൻ അവന് സാധിക്കില്ല. അതുകൊണ്ട് ആ ലൗകിക മനുഷ്യൻ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അത് സാധിക്കില്ല. ഇനി ശ്രദ്ധിച്ചേ, ഇനി രണ്ടാമത്തെ മനുഷ്യനാണ് ജഡിക മനുഷ്യൻ. ഉറക്കെ പറഞ്ഞു. എന്താ ജഡിക മനുഷ്യന്റെ പ്രത്യേകത? 1 കൊരിന്ത്യർ 3-ാം അധ്യായം, അടുത്ത അധ്യായം 3-ാം അധ്യായം 1 തൊട്ട് 3 വരെ പെട്ടെന്ന് വായിച്ചേ മോളെ. സഹോദരരെ, എനിക്ക്
നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സഹോദരൻ, നിങ്ങളോട്, കൊരിന്ത്യർ സഭയോട് പറയാം, നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ. ആത്മീയ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ട്? ബൈബിളുണ്ട്. റോഡിൽ കൂടെ വരുമ്പോൾ ബൈബിൾ നെഞ്ചത്ത് പിടിച്ചോണ്ട് വരും. കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛന് ക്ലാസ് എടുക്കാൻ നേരത്ത് അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ബൈബിൾ ഇല്ലാത്ത ഒരുത്തന്നെ അവിടെ ഇരുത്തത്തില്ല. ബൈബിൾ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചോണ്ട് വരണം. അച്ഛൻ്റെ ആഗ്രഹം ഇതാ, ഈ ബൈബിള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ബൈബിള് മരിക്കുവാണെങ്കിൽ ഈ ബൈബിൾ എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് അടക്കാവുന്നതാണ്. അതാണ്. അപ്പൊ ആത്മീയ മനുഷ്യനല്ല, ലൗകിക, അപ്പൊ ജഡിക മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ജഡിക മനുഷ്യന്? ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയും പോലെയോ. ഇപ്പോഴും 65, 35, 45 ഒക്കെ വയസ്സുണ്ട് മോളെ. ഇപ്പോഴും നിപ്പിൾ പാലിട്ട് കുപ്പിയും കൊണ്ടാകരുത്. ഒരു അവസ്ഥ അതല്ലേ. വെളിവ് നിറഞ്ഞോ ഈശോ എന്ന് പറഞ്ഞപ്പോ അറിയില്ല, തെസയുടെ പുത്രനാണോ എന്നറിയില്ല. ഇപ്പോഴും ഇങ്ങനെ പാല് കൂട്ടിച്ചോണ്ട് വരുക. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇത് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം വേദനിച്ചെങ്കിലേ വചനം പഠിക്കത്തുള്ളൂ. എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കിയെങ്കിലേ വചനം പഠിക്കുള്ളൂ നിങ്ങൾ. അപ്പൊ വചനം വാള സുഖിപ്പിക്കുന്നതല്ല വചനം, കോമഡിയല്ല വചനം, കോമഡിയല്ല വചനം. വചനം പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ, അതാണ് ഗലാത്യ 1:10. പെട്ടെന്ന് വായിച്ചിട്ട് ഇങ്ങോട്ട് പോകും. ഗലാത്യ 1:10. ഏതായാലും 7 പറഞ്ഞ് 7:10 വരെ അല്ലേ, അത് കഴിഞ്ഞ 7:15 നമുക്ക് തീർക്കാനൊക്കത്തുള്ളൂ. സമയം 1 മണിക്കൂർ ഇപ്പം ആയിക്കഴിഞ്ഞു. സമയം പോകാറുന്നില്ല അല്ലേ. ഹല്ലേലൂയ. എൻ്റെ ഈ വേളാങ്കണ്ണിയിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ ബസ് പ്ലെയിൻ പോകുന്ന പോലെ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ വളവൊന്നും അറിയത്തില്ല. മൊത്തം വചനം കേട്ട് മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പറയും, എന്ത് ബ്രദറെ ഈ വളവൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. ഹല്ലേലൂയ. കാരണം വചനത്തിന്റെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച് എന്താ പറഞ്ഞത്? ഗലാത്യ 1:10. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ? അപ്പൊ പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറയാം, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്. ഞാനിപ്പോഴേ സഭയുടെ പേരെന്നാ? സണ്ണി. ഞാൻ സണ്ണിയുടെ കുടുംബത്തിന്റെ പ്രീതിയാണെങ്കിൽ സണ്ണിയെ ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. സണ്ണി അങ്ങനെ ആയിരുന്നു, ചക്രിയായിരുന്നു, പത്മജാരി ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. ചിലർ പ്രാർത്ഥിച്ചിട്ടില്ല, ഓ സണ്ണി അനുഗ്രഹിക്കണം, കുടുംബത്തെ ഞാനങ്ങനെ പ്രാർത്ഥിക്കില്ല. സണ്ണിക്ക് വേദന വന്നാലും സഹനം വന്നാലും ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അല്ലാതെ സണ്ണിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ പമ്പരത്തിൽ കയറ്റുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കും. അതൊക്കെ ഭയങ്കര കള്ള പ്രാർത്ഥനയാണ്. അനീഷിനെ അനുഗ്രഹിക്കണം, അവനെ പഠിച്ചു വിടുക്കലാണ്, അവനിങ്ങനെ ഫ്ലൈറ്റ് കയറി പോകുന്നതാണ്, ഉടനെ ദർശനം കണ്ടു, ഫ്ലൈറ്റ് കണ്ടു. അപ്പോൾ അനീഷിന് സന്തോഷം, ഫ്ലൈറ്റ്. ഇതൊക്കെയാണോ ദർശനം? ഫ്ലൈറ്റ് കണ്ടതാണ് ദർശനം. ഇന്നത്തെ ദർശനം ഇതൊക്കെയാണ്. ഫ്ലൈറ്റ് കണ്ടു, എയർപോർട്ടിൽ നിൽക്കുന്നത് കണ്ടു, ഇങ്ങനെ ബാഗ് പിടിച്ചോണ്ട് പോകുന്നത് കണ്ടു. പ്രിയ സാധനങ്ങൾ, നിങ്ങളുടെ പ്രീതി, ഒരു ദൈവവചന പ്രഭാഷകൻ നിന്റെ സന്തോഷമല്ല ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോഴും മനുഷ്യന്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ് യത്നിക്കുന്നെങ്കിൽ, ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവത്തില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്കി. ഞാൻ നിങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് പതപ്പിച്ച് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസനാകത്തില്ല. വചനം കേട്ടാൽ നിന്റെ ഹൃദയം മുറിയണം. അതുകൊണ്ടാണ് സ്നാവയവൻ ഞാൻ ആ വചനം തുടങ്ങിയത്. സന്തതികളെ ഞാനത് വിളിച്ചോ? നിങ്ങൾ ഇല്ല, അങ്ങനെ വിളിക്കണമെന്നാ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അണലി സന്തതി എന്ന് വെച്ചാൽ, ജോർദാനിലുള്ള പലസ്തീനിലുള്ള അണലി കടിച്ചാൽ രക്തം പൊടിഞ്ഞ് അപ്പം തന്നെ മരിക്കും. മനസ്സിലായി? അപ്പൊ അത്രമാത്രം വിഷമുള്ളവരെന്ന പാവത്തിന്റെ വിഷം. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോൾ ലൗകിക മനുഷ്യൻ, ജഡിക മനുഷ്യൻ, വായിച്ചേ 1 കൊരിന്ത്യർ 3-ാം അധ്യായം എടുത്തപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇല്ലേ. അപ്പൊ നിങ്ങൾ എന്നെ നോക്കിക്കേ. ഇനി നിങ്ങളുടെ കയ്യടി കേട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നേ. ഈ കയ്യടി വേണ്ട. നിങ്ങൾ കൈയടിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? അതുകൊണ്ടാണ് മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി രാഷ്ട്രീയവും
പാടില്ല. രാഷ്ട്രീയക്കാർക്കുള്ളതാണ്. അന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും നടക്കരുത്. കാരണം ഏത് രാഷ്ട്രീയക്കാരനും മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്നത്, ദൈവത്തിന്റെ പ്രീതി. അപ്പൊ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് ഇങ്ങനെ നടക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ജഡിക മനുഷ്യനാണ്. 1 കൊരിന്ത്യർ 3 വായിച്ചു. ഗുരുവായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ശക്തമല്ലാത്തതിനാൽ, അങ്ങനെ ശക്തരല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ എന്ത് തന്നു? പാൽ തന്നു. മോളെ ഇങ്ങോട്ട് നോക്കി. ഈ പാൽ കുപ്പിപ്പാലൊക്കെ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊഴുക്കട്ട കൊടുക്കാൻ പോകും. ബോണ്ട മേടിച്ചു കൊടുക്കും. മോളെ ഒരു ബോണ്ട കഴിച്ചോളാം കൊടുക്കൂ. ഹല്ലേലൂയ. അപ്പൊ ഗുരുകാഷ്ട ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഇപ്പോഴും കുപ്പിപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥയിലാണ്. ഇപ്പോൾ ജഡിക മനുഷ്യരാണ്. നിങ്ങളുടെ ഇടയിൽ, ഇങ്ങോട്ട് നോക്കിയാമേ, നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജഡികരും. നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെട്ട് കുറ്റം പറഞ്ഞ് കുറവും പറഞ്ഞ് ജീവിക്കുന്നിടത്തോളം കാലം ജഡികരും ഒരു സാധാരണപ്പെട്ട വിശ്രാന്തിയെ പോലെയാണ്. ഈ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ യാതൊരു നീ ഒരു ഉപ്പുമല്ല പുളിയുമല്ല ഒന്നുമല്ല. നീ ഒന്നും ഒരു ഗുണവും മണവും ഇല്ലാത്തവനാണ്. ഒരു ഗുണവും മണവും ഇല്ലാത്തവനായി മാറും. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. പറഞ്ഞു, ആരാണ് ആത്മീയ മനുഷ്യൻ? അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് ചോദിച്ചേ, ആരാണ് ആത്മീയ മനുഷ്യൻ? 1 കൊരിന്ത്യർ 2:15 ഈ വചനം നിങ്ങൾ എഴുതിയിടണം. സണ്ണി സഹോദരൻ പോയോ? എവിടെ കണ്ടുണ്ട്? അപ്പോൾ സണ്ണി സഹോദരന്റെ ജീവിത പങ്കാളി എന്ത് ചെയ്യും? അവിടെ ഉണ്ട്. ഈ നമ്മുടെ എന്റെ സഹോദരി കഞ്ഞിയും കടുവാങ്ങൊക്കെ പിന്നെ കൊടുക്കാം. ഇങ്ങോട്ട് നോക്ക്. ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ മോളെ? ആത്മീയ മനുഷ്യൻ എന്താ ഞാനിപ്പോ പറഞ്ഞു വന്നത്? ഈ വചനം നിങ്ങളുടെ ഭവനത്തിൽ എഴുതി വെക്കണം. 1 കൊരിന്ത്യർ 2:15 ഇതാണ് ആത്മീയ മനുഷ്യൻ. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ ലോകം എങ്ങനെയാണ് പോകുന്നതെന്ന് കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം തങ്ങളുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി ലാസ്യലേറ്റം ഫാത്തിമയും മെച്ചുകൊറിയായും ചെല്ലുന്നു. പാവ വഴികൾ ഉപേക്ഷിക്കൂ, ഭാവിക്കായി പ്രാർത്ഥിക്കൂ. പ്രിയ സഹോദരങ്ങളെ, ഈ കാലം എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കറിയാം? കർത്താവിന്റെ വരവൊക്കെ അടുത്ത ആർക്കറിയാം? രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. ആണോ? ഈ വിശ്വാസമുണ്ടോ? അവന്റെ വരവൊക്കെ അടുത്തിരിക്കുന്നതെന്ന് ആർക്കറിയാം? ആത്മീയ മനുഷ്യനറിയാം. മോളെ മനസ്സിലായ അറിയാം. ഇപ്പൊ പടത്തിൽ പോകണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. വായിച്ച് ആത്മീയ മനുഷ്യനെ വിധിക്കാൻ ഞാനൊരു ആത്മീയ മനുഷ്യനാണോ? ഞാൻ ആത്മീയ മനുഷ്യനായ ഒരു വ്യക്തിയാണോ? 31 വർഷം കഴിഞ്ഞു ഞാനൊരു ആത്മീയ മനുഷ്യനാണെങ്കിൽ വർഗീസ് മാവേലിക്ക് വിധിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരാൾ വിളിച്ചു പറഞ്ഞു വർഗീസ് മാവേലിക്കെതിരെ ഭയങ്കര പിരി വന്നു. അപ്പൊ അയാൾ ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തവനാണല്ലോ എന്ന് പറഞ്ഞു. നായികമർമ്മൽ അച്ഛൻ്റെ കൂടെ നടന്ന സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടും ഇല്ല, പെൻഷനില്ല. സെൻട്രൽ ഗവൺമെന്റ് ജോലി രാജിവെച്ചു. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ രാജിവെച്ചു. ഇപ്പൊ 50 വയസ്സായി ചെന്നാൽ കുറെ പെൻഷൻ കിട്ടി, അതും വേണ്ടാന്ന് വെച്ചു. ആകെപ്പാടെ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം മാത്രമേ അത് മതിയെന്ന്. അപ്പൊ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ 31 വർഷമായിട്ട് പലരും ഇങ്ങനെ കുശുകുശി കുറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞവനൊക്കെ പരാജയപ്പെട്ടു. അപ്പൊ അവനെ വിധിക്കാൻ ആർക്കും ഇങ്ങോട്ട് നോക്കി എന്റെ മോളെ, നീ ഒരു ആത്മീയ മകളാണെങ്കിൽ നിന്നെ വിധിക്കാൻ ആർക്കും, മോളെ നീ ഒരു ആത്മീയ കുഞ്ഞാണെങ്കിൽ നിന്നെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. വായിച്ചേ.
കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. ഇടത്തും വലത്തിയിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറ, ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവന്റെ പേരാണ്. ഒന്ന് മുഖത്തോട് നോക്കി ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവന്റെ പേരാണ്. സഹോദര, ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്കറിയാമോ? പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ മോളെ? പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം, പ്രവാചകൻ എന്ന ബിബ്ലിക്ക് അർത്ഥം ഇതാണ്, കർത്താവിന്റെ മനസ്സ് പറയുന്നവൻ. അതുകൊണ്ടാണ് പ്രവചനഗ്രന്ഥം ജെറമിയ, യെശയ്യാ എല്ലാ പ്രവചനത്തിലും ഇങ്ങനെ പറയുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ മനസ്സ് പറയുന്നവനാണ് പ്രവാചകൻ. ആരാണ് പ്രവാചകൻ? പ്രവാചകൻ. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ, യേശുക്രിസ്തുവിന്റെ മനസ്സറിയുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. നീ മാമോദീസ ഗണം വീണത് കൊണ്ടോ, നീ എല്ലാ ദിവസവും പള്ളിയിൽ പോയത് കൊണ്ടോ, കുർബാന സ്വീകരിച്ചുകൊണ്ടോ നീ കർത്താവ് നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന് പറയും. നീ ക്രിസ്തുവിന്റെ മനസ്സറിയും. എന്താ ക്രിസ്തുവിന്റെ മനസ്സ്? നല്ല സമരിയാക്കാരനെ പോലെ അവനെ കണ്ടു, മനസ്സറിഞ്ഞു. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കണ്ടിട്ട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും സാമ്പത്തികപരമായി സഹായിക്കാനുണ്ടോ ചോദിച്ചു. ഈസ്റ്ററൊക്കെ വരികയാ, എന്തെങ്കിലും സഹായം വേണോ? ഇങ്ങനെ ചോദിക്കുന്നവന്റെ പേരാണ്. അവനെ കണ്ടു, അവനെ കണ്ടപ്പോൾ എന്തുണ്ടായി? മനസ്സറിഞ്ഞു അല്ലേ? അവനെ കണ്ടപ്പോൾ എന്തായി? ഇതാണ് സഭയിലെ ഓരോ മക്കളും. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? മനസ്സ് എന്നപ്പോൾ അടുപ്പം ഉണ്ടായി. എന്തുണ്ടായി? അടുപ്പം ഉണ്ടായി. അടുപ്പം ഉണ്ടായപ്പോൾ ഇവന്റെ വേദനകളെല്ലാം തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവനെ സത്രത്തിൽ കൊണ്ടാക്കി. എന്താണ്? സഭയാകുന്ന സത്രത്തിൽ ആക്കി. മുറിവേറ്റവനെ സഭയാകുന്ന സത്രത്തിലേക്ക് ആക്കിയിട്ട് ഈ രണ്ടാം വരവിന് പറയുന്ന നല്ല സമരിയാകാരൻ ഈശോയെ, ഞാൻ രണ്ടാമത് വരുമ്പോൾ, ഞാൻ വീണ്ടും വരുമ്പോൾ കൂടുതലായി ഞാൻ വാനമേഘത്തിൽ വന്ന് വിധിക്കുന്ന ദിവസമുണ്ടല്ലോ, അപ്പൊ ഇടത്തും വലത്തും നിൽക്കും. അപ്പൊ നിന്നോട് പറയും, മോളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞേ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മകനെ, അനീഷേ, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു. വിശുദ്ധ മാർട്ടിൻ ഫ്രാൻസിലെ പാരീസിൽ കൂടി ഒരു ഒരു പട്ടാളക്കാരൻ, അവൻ കൊടും തണുപ്പ് സമയത്ത് ഫ്രാൻസിൽ കൂടി ഇങ്ങനെ പോകും. ഭയങ്കര തണുപ്പാണ്, ദേഹത്ത് നല്ലൊരു കരിമ്പടം പുതച്ചിട്ടുണ്ട്, എന്നിട്ട് തണുപ്പാ, കുതിരപ്പുറത്താ പോകുന്നത്. അപ്പോഴേ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇതാ ഒരു കടത്തണിയിൽ കിടന്നിങ്ങനെ വിറയ്ക്കുന്നു, കരിമ്പടമില്ല. അപ്പോൾ ഉടനെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് തന്റെ കരിമ്പടത്തിന്റെ പകുതി മുറിച്ച് ഈ വൃദ്ധനെ പുതപ്പിച്ചു. രാത്രിയിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുക, ഈശോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദേഹത്ത് ഇന്നലെ രാത്രി പുതപ്പിച്ച കരിമ്പടം. അപ്പൊ വിശുദ്ധ അഗസ്ത്യൻ ചോദിക്കുകയാണ്, ഈശോ, ഞാൻ ഇന്നലെ ഒരു വൃദ്ധനെയാണല്ലോ, ആ വൃദ്ധൻ ഞാനായിരുന്നടാ, ആ വൃദ്ധൻ ഞാനായിരുന്നു. ഇതിന്റെ പേരാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇത് നിങ്ങളുണ്ടോ? ഇങ്ങോട്ട് നോക്കി. ഒരു അച്ഛന്റെ സംഭവം എന്നോട് പറഞ്ഞത് 2-3 മാസമേ ഉള്ളൂ. അച്ഛന് എന്നോട് പറയണം, ബ്രദറെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് പറയണം, പേരൊന്നും എന്റെ പറയണ്ട. അങ്ങനെ ഞാൻ പ്രശസ്തനാണെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഇടവകയിലെ ഒരു വൈദികനായിരുന്നു. ഇടവക്കാരില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ ഒരു ഗ്രൂപ്പ് എന്നെ ആ ഇടവകയിൽ നിന്ന് പുറത്താക്കി. അരമന വിശ്വസിച്ചു, എൻ്റെ മേലധികാരികൾ വിശ്വസിച്ചു. ഞാനൊരു ബാഗ് പിടിച്ചുകൊണ്ട് മേടയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ബാഗ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മേടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ശ്രദ്ധിച്ചേ, ബാഗ് പിടിച്ചുകൊണ്ട് മേടയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടേണ്ട ഇതിന്റെ എല്ലാ മേലധികാരികളും നിഷേധിച്ചു. എന്താണെന്നൊരു ഊഹമില്ലാതെ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഈശോ
ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങുക. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, ചിരിക്കുന്നുണ്ട് ഈശോ. എന്നിട്ട് എന്നോട് ചോദിക്കുക, അവനെ ഈ സഹനം എന്നോടൊപ്പമാണ് നീ സഹിക്കുന്നത്, അതുകൊണ്ട് മോനെ നീ പേടിക്കണ്ട, ഞാനുണ്ടടാ നിന്നോട്, ഞാനുണ്ടടാ നിന്നോട്. അച്ഛൻ വലിയവായി കരഞ്ഞിട്ട് പറഞ്ഞു, ഈശോയെ എനിക്ക് പരാതിയില്ല, എന്നെ വേദനിപ്പിച്ച ഇടവക്കാരോട് പരാതിയില്ല. അച്ഛൻ ആരും അറിയാത്ത ഒരു ഫോൺ പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ അച്ഛനെ പോയി താമസിച്ച് ഒരു മുറിയെടുത്ത് താമസം, ഫോണില്ല, ഒന്നുമില്ല, ഒരു ബ്രെഡ് കൊണ്ടാണ് ഒരാഴ്ചയൊക്കെ കഴിയുന്ന അച്ഛൻ അവിടെ തന്നെ കുർബാനയെ കുറിച്ചില്ല. അച്ഛൻ ആരെയും അറിയിക്കാതെ അവിടെ താമസിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടക്കുക. ഇടവകയിലെ ഈ അച്ഛനെ വേദനിപ്പിച്ച ജനമെല്ലാം അരമനയിൽ ചെന്ന് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിരപരാധിയായ അച്ഛനെയാണ് ഞങ്ങൾ വേദനിപ്പിച്ചത്. കുടുംബത്തിൽ പല അനർത്ഥങ്ങളും വന്നപ്പോൾ അവർ എന്ന് പറയുക, അച്ഛൻ എവിടെയായാലും തിരിച്ചു വിളിച്ച് വിളിക്കണം. അങ്ങനെ പിതാവും അവിടുത്തെ മേലധികാരികളെല്ലാം അച്ഛനെ അന്വേഷിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഇന്നടത്തോ ഒരു വൈദികനാണ് കണ്ടിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ വൈദികനാണ്. 800 വീടുള്ള അച്ഛൻ ഇപ്പോൾ 1500 വീടുള്ള വൈദികനായി തീർന്നു. ഹല്ലേലൂയ. നിന്റെ സഹനങ്ങളില്, നിന്റെ വേദനകളില് നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇതാണ് ആത്മീയത, ഇതാണ് ആത്മീയത. ഹല്ലേലൂയ. ആത്മീയത അളവിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. കുഞ്ഞുങ്ങളുമായിട്ട് പോയി റെയിൽവേ ട്രെയിനിന്റെ മുമ്പ് ചാടത്തില്ല, ആറ്റി പോയി ചാടത്തില്ല. ആത്മീയ മനുഷ്യൻ അങ്ങനെയാണ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ മനസ്സറിയുന്നവനാണ്. ആരാണ് ലൗകിക മനുഷ്യൻ? പെട്ടെന്ന് വായിക്കാം, പെട്ടെന്ന് 2 തിമോത്തിയോസ് 3-ാം അധ്യായം. ലൗകിക മനുഷ്യൻ ആരാണ്? ഇത് ഏതെങ്കിലും സംഭവങ്ങൾ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തണം, അല്ലെങ്കിൽ കൈ ഉയർത്തരുത്. പെട്ടെന്ന് 2 തിമോത്തിയോസ് 3-ാം അധ്യായം. അതിന്റെ എഡിങ് തന്നെ ദുഷ്ടന്മാരുടെ നാളുകൾ. 5 മിനിറ്റുകളിൽ അതിനുള്ളിൽ തീരണം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ. അവസാന നാൾ. ഇങ്ങോട്ട് നോക്കി മോളെ, ഈ ബൈബിളിൽ അവസാന നാളെന്ന് പറയുന്നില്ല. ഈ ബൈബിളിനെ 3ആയിട്ട് തിരിക്കാം: പ്രാരംഭയുഗം, മധ്യയുഗം, അന്ത്യയുഗം. പറഞ്ഞു, പ്രാരംഭയുഗത്തിലെ മനുഷ്യൻ, ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ ആരായിരുന്നു? മെർത്തിശേലക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. മെർത്തിശേലക് എന്ന അദ്ദേഹത്തിന്റെ പേര്. അതിന്റെ അർത്ഥം ഇവന് ശേഷം പ്രളയം. മെർത്തിശേലക് മരിക്കുമ്പോഴാണ് നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രാരംഭയുഗം 1000 വർഷം, 969 വർഷമൊക്കെ ഉണ്ടായി. പ്രാരംഭയുഗം കഴിഞ്ഞ് മധ്യയുഗം ഉണ്ടായി. നോഹയുടെ കാലമാണ് മധ്യയുഗം. അപ്പോഴാണ് പ്രായം നിശ്ചയിക്കുന്നത്. മനുഷ്യന്റെ പ്രായം ഏറിയ 120 വയസ്സാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, 120 വയസ്സിന് മുകളിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കും. എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ശരി, 120 വയസ്സിനുള്ള തീരും. അതാണ് മധ്യയുഗം. മധ്യയുഗം കഴിഞ്ഞാൽ അന്ത്യയുഗം. അന്ത്യയുഗം ഇനി ഒരു യുഗമില്ല. അടുത്തിരിക്കുന്ന വ്യക്തികൾ ഇനി ഒരു യുഗം. അതുകൊണ്ടാണ് നമ്മൾ അവസാന നാളുകളിലാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ആവർത്തിച്ച് 37 പ്രാവശ്യം ലേഖനത്തിൽ തന്നെ അവസാന നാൾ എന്ന് പറയും. അപ്പൊ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ട്. ഇനി യുദ്ധം നീളുവാണെങ്കിൽ പെട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ട്. വണ്ടിയൊക്കെ, ഇതുപോലുള്ള വണ്ടികളൊക്കെ വീട്ടിലിടാൻ പറ്റത്തുള്ളൂ. പ്ലെയിനിലൊക്കെ ഉള്ള യാത്രകളൊക്കെ ദുബായിൽ നിന്നും ബഹറിൽ നിന്നും തൊഴിതര വിളിയ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് 10 മണി വരെ വചനപ്രഘോഷണം, അതുകൊണ്ട് ഒറ്റനും വിളിച്ചേക്കലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, ബഹറിൽ നിന്ന് വിളിക്കുന്നു. സമാധാനമില്ല മനുഷ്യൻ. എന്ത് സംഭവിക്കുന്ന ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയം വരും. അപ്പോൾ സ്വാർത്ഥരുണ്ടാവും. എന്താ സ്വാർത്ഥര്? ഞാനും എൻ്റെ പെമ്പളയും എൻ്റെ മക്കളും എൻ്റെ പട്ടിയും. ഹല്ലേലൂയ, ഓശാന. ഹല്ലേലൂയ, ഓശാന. ഞാനും എൻ്റെ പെമ്പളയും മക്കളും പട്ടിയും. ഹല്ലേലൂയ, ഓശാന. പൂച്ചയുണ്ടെങ്കിൽ പൂച്ച, ചക്കിപ്പൂച്ച. നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനല്ല ക്രിസ്ത്യാനി. ജോസഫ് അവന് വേണ്ടി മാത്രം ജീവിച്ചതല്ല. നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. എന്നെ ദുബായിക്ക് അയക്കുന്നത്, എന്നെ ജോലി തന്നിരിക്കുന്നത്, 50,000 രൂപ ജോലി തന്നിരിക്കുന്നത് പാവപ്പെട്ടതിനെ സഹായിക്കാൻ കൂടിയാണ്. അല്ലാതെ നിനക്ക് ബാങ്കിലിട്ട് ഇങ്ങനെ കുട്ടി വെക്കാനുള്ളത്. അപ്പോൾ ധനമോഹങ്ങൾ ഉണ്ടാവും. എന്താണ്? നിങ്ങൾക്ക് ധനമോഹം ഉണ്ടോന്ന് എങ്ങനെ മനസ്സിലാവും?
ഒരു കാര്യം നിങ്ങൾ എന്നെ നോക്കിക്കേ. ഒരു ഭാര്യ ഭർത്താവൂടെ ഹോസ്പിറ്റലിൽ പോയി, ഭർത്താവിന്റെ പ്രഷർ കാണിക്കാനാവും. ഇതാണ് അപ്പോൾ 69 നമ്പർ. ഡോക്ടറെ കാണുന്നതിന് മുമ്പ് പ്രഷർ കൂടി, അബോധാവസ്ഥയിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ അബോധാവസ്ഥ കിടക്കുക. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, 25,000. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾക്ക് ബോധമില്ലെങ്കിൽ ഈ എന്താ 25,000 പറയുന്നു. എൻ്റെ ഡോക്ടറെ 17 വർഷത്തിന് മുമ്പ് എൻ്റെ പ്രസവത്തിന് മുടക്കിയ പണമാണ് 25,000. പണം ഒരു ബന്ധനമാണെങ്കിൽ ചെയ്ത പണം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, ഞാൻ ഇന്ന രൂപ ഇന്നവർക്ക് കൊടുത്തില്ലേ, ഞാൻ നിന്നെ സഹായിച്ചില്ലേ. കണക്കെഴുതുന്നവൻ എന്നാണ് സ്വാർത്ഥം. ഇങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കുക. മോക്ക് പേസ്റ്റിന് ഇത് കൊടുത്തു, മോക്ക് ഹോസ്റ്റലിൽ ഇത്ര കൊടുത്തു, അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര കൊടുത്തു, അവളുടെ സർവ്വ ചെലവും കൂടെ കൂട്ടിയപ്പോൾ 22 ലക്ഷം രൂപ. എന്നിട്ട് പറയാ, നീ അമേരിക്കയിൽ പോയിട്ട് ഇത് ഇത്രയും തന്നാ പോരാ. അപ്പൊ പറയും അല്ല. അപ്പൊ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അല്ല ധനമോഹികൾ പറഞ്ഞില്ലേ? അത് പറ. അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും നന്ദിയില്ലാത്തവരും. വിശുദ്ധിയില്ല. പള്ളി വന്ന വിശുദ്ധിയില്ല. പള്ളിയിൽ വന്ന ഇന്നലത്തെ രാത്രിയിലത്തെ വെള്ളം അടിച്ച് കോട്ടയടിച്ച് ആ മഠം വിട്ടുമാറാതെ പള്ളി വന്നിരിക്കുന്നു. അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വാടകയടിക്കുക. ഞാൻ വിചാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഒരു എളുപ്പമില്ലാതെ തമ്പുരാനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ പലരും രോഗികളായി തീർന്നതെന്ന് പൗലോസ് പറയുന്നത്. നിങ്ങൾ അനീഷേ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞു നല്ലപോലെ ഒരു കുമ്പസാരം നടത്താതെ നാക്ക് നീട്ടി ഈശോയെ സ്വീകരിച്ചുകൊണ്ട് വൈദ്യുതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യമല്ലടാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പൊ എന്താ വചനം പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകും. മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും പള്ളി വന്ന വഴക്കുണ്ടാക്കുന്നവരും അച്ഛനെതിരെ. പ്രിയ സഹോദരങ്ങളെ, ഒരു കത്തോലിക്ക വൈദികൻ സമർപ്പിതൻ. ആരാണ് അദ്ദേഹം? ഇങ്ങോട്ട് നോക്കി, അച്ഛന് കഴിച്ചോ കഴിച്ചില്ലയോ എന്നൊക്കെ ഒരിടവചനവും ചോദിക്കത്തില്ല. ശ്രദ്ധിച്ച്, ഒരു കത്തോലിക്ക വൈദികൻ അവൻ കാപ്പയിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഈശോ, ഒരു ഗോതമ്പത്തെ ഈശോയുടെ ശരീരമാക്കാൻ ഒരു കത്തോലിക്ക വൈദികൻ പറയുന്ന നിമിഷം തൊട്ടതായി. ലോകത്തിൽ കത്തോലിക്ക വൈദികൻ അല്ലാത്ത ഒരു വൈദികൻ പറഞ്ഞാലും അത് ഈശോയുടെ ശരീരമാകട്ടെ മാറത്തു. ഈ കത്തോലിക്ക വൈദികൻ പറഞ്ഞ ഓസ്തിയാണ് ആർക്ക് വേണ്ടത്? സാത്താൻ സേവകർക്ക് വേണ്ടത്. അതേ ചവിട്ടിയാലാണ് സാത്താൻ വരുന്നത്. അപ്പോൾ കത്തോലിക്ക വൈദികൻ അത്രമാത്രം ദൈവവുമായി ബന്ധപ്പെട്ട് അവൻ എത്ര കുറവുണ്ടെങ്കിലും ദൈവം നോക്കുന്നു. ഒരു വൈദികനെ വേദനിപ്പിച്ച് വിട്ടിട്ടുണ്ടല്ലോ, തലമുറകൾ തീർന്നാലും നിന്റെ കുടുംബം തകരും. നീ ഓർത്തിരുന്നോ? അവൻ ഉയർത്തുന്നത് ദൈവസന്നിധിയിലേക്ക്. അവൻ ദൈവത്തിന്റെ പുരോഹിതനാണ്. അവൻ തമ്പുരാന്റെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് ഓരോ കത്തോലിക്ക വൈദികൻ. അവൻ ഈശോയുടെ ശരീരം കർത്താവേ എന്നോട് ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവ് അഗ്നി ഇറങ്ങി വൈദികൻ പറയുമ്പോൾ ആ സാധാരണ അപ്പം ഇതാ ഈശോയായി മാറുകയാണ്. അച്ഛന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ആ അപ്പം ഈശോയായി മാറുകയാണ്. ആ കരങ്ങള് ആണ് അതിന്. ആ വൈദികന് നേരെ നീ കരം ചൂണ്ടിയാണല്ലോ, നിന്റെ കുടുംബം തകർന്നു പോകും. അനേക അനുഭവങ്ങൾ ആൾക്കാരുള്ളതുകൊണ്ട് എൻ്റെ അടുക്ക് വന്നിട്ടുള്ളതുകൊണ്ട് 31 വർഷത്തിനോട് വന്നിട്ടുള്ളതുകൊണ്ടാണ് പറയും ഇങ്ങനെയുള്ള മനുഷ്യരോട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇവയെല്ലാം ഉപേക്ഷിക്കണം. അവസാനം 2 മിനിറ്റ് കൊണ്ട് വചനം തീർക്കുകയാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3:5 തൊട്ട് 12 വരെയുള്ള വചനം പെട്ടെന്ന് വായിച്ചാൽ നമ്മുടെ വചന പ്രഘോഷണം. അതുകൊണ്ട് ഈ നോമ്പുകാലം നീ എന്ത് ചെയ്യണം? അനീഷ കേൾക്കുന്നുണ്ടോ? ഈ നോമ്പുകാലം എന്ത് ചെയ്യണം? കൊളോസസ് കേട്ടോ? കേട്ടില്ല? നീ എവിടെയോ അതിന്റെ ശ്രദ്ധ പോയി. കൊളോസസ് 3:5 തൊട്ട് 12 വരെ വായിച്ച്. അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളതല്ല, അസന്മാർഗീയത, അശുദ്ധി. ഒരു വ്യക്തി അശുദ്ധനാകുന്ന തിന്മ പറയുക, തിന്മ കാണുക, മറ്റുള്ളവന്റെ കുറ്റം കാണുക, കുറ്റം പറയുക, കുറ്റം കേൾക്കുക. മോളെ കേട്ടോ? മോളുടെ പേരെന്നാടി? സ്നേഹ.
വിളി കിട്ടുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ പേരുന്നു അപ്പൊ പ്രിയ സാരങ്ങളെ, അപ്പൊ ശ്രദ്ധിക്ക, മറ്റൊക്കെ തങ്കമ്മ, സാറ, അന്നമ്മ ഒക്കെ നല്ല പേരായിരുന്നു. ഇതൊക്കെ പോയി ശ്രേയ ഇല്ലേ? എന്തെങ്കിലും നല്ല പേരായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ച് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ട് അസന്മാർക്ക് ചെയ്ത അശുദ്ധി എന്ന് പറഞ്ഞാൽ കൈ കഴിയാതെ ഭക്ഷണം കഴിക്കുന്നതല്ല. അനീഷേ, നീ അച്ഛൻ്റെ ഒരു 2 കുറ്റം കണ്ടുപിടിച്ചാൽ നീ അശുദ്ധനാണ്. അന്ന് നീ വിശുദ്ധമായ സ്വീകരിക്കരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച്, അത്താഴം കയറുന്നവനാണോ? അതാ ഞാൻ പറഞ്ഞു. ഈ ശ്രദ്ധിച്ചേ, ഇപ്പോഴത്തെ ഒരു വിശുദ്ധനായ ഒരു വചനപ്രഘോഷം പറയുന്ന ഇതാണ്: ഈ പള്ളിയുടെ വെളിയിൽ കൂടെ റോട്ടിൽ കൂടെ പോകുന്നവർക്ക് പള്ളി കാണുമ്പോൾ കുരിശ് വരും. പള്ളിയുടെ അകത്ത് നിൽക്കുന്നവന് യാതൊരു ഭക്തി, വെളിയിൽ നിൽക്കുന്നവനാ കുരിശ് വരയ്ക്കുന്നു. അത്താഴം നിൽക്കുന്നവനുള്ള വിശുദ്ധിയുടെ പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു അത്താഴം. പക്ഷെ നീ മനസ്സിലാക്കണം, അഗ്നിമയന്മാർ ആരെ നോക്കി വിറയ്ക്കുന്നു. അയ്യോ, പറയലോടുകൂടി നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി പോയ അച്ഛൻ ചെവിക്ക് പിടിച്ചങ്ങ് പുറത്താക്കിയേക്കണം. അതാ ചെയ്യേണ്ടത്, വൈദ്യം ചെയ്യേണ്ടത്. നീ കയറണ്ടെന്ന് പറഞ്ഞു. അനീഷിനെയല്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, അശുദ്ധി, മനഃക്ഷോഭം ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കുക. മനഃക്ഷോഭം ഇല്ലാത്തവർ മനഃക്ഷോഭം ഉണ്ടോ ഇല്ലയോ പറ. സണ്ണി സാറിന് ഇപ്പൊ നടന്ന് അങ്ങോട്ട് പോവാന്നിരിക്കട്ടെ, ജൂൺ മാസം വന്നിരിക്കട്ടെ, ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം കടിക്കുക. ഒരു ഓട്ടക്കാരൻ വന്ന് ഇതുപോലെ വെള്ളം എടുപ്പും വെള്ളം കൊണ്ടുപോവാ, ചളയടിച്ചങ്ങ് ഉടുപ്പ് മുണ്ടുവരും ചളയടിച്ച് കുരിശ് വരച്ചിട്ട് പറയുമോ ദൈവം നിനി? അന്നേരം മനഃക്ഷോഭമുണ്ടോ? ഉണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല. ചട്ടവാറു കണ്ടു പ്രഹരമേൽക്കലേ, ചിറ്റിയില്ല കോപം എന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു, എന്റെ കോപത്തി അണച്ചു നിന്നു. ഹല്ലേലൂയ. അപ്പൊ ചാട്ടവാറ് കൊണ്ട് പ്രകടമേൽക്കുമ്പോഴും അവൻ അക്ഷരം മിണ്ടിയില്ല. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, മനഃക്ഷോഭം, എങ്ങനെയാ ദുർവിചാരം ഉണ്ടാകുന്നത്? കാണുന്ന മൊത്തം ഇതാ മൊബൈല്. ഇതിനകത്ത് 98% കാണാൻ കൊള്ളരുതാത്തത്. ഇതെല്ലാം തോണ്ടി എടാ മോനെ, മൊബൈലൊക്കെ തോണ്ടി കണ്ണെല്ലാം പോയി. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണുടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു മടുത്തു. ഇനി നല്ല കണ്ണുടയൊക്കെ മേടിക്കണം. നല്ല കണ്ണു വേണോ? എടാ മോളെ, നല്ല കണ്ണ് വേണോ? അതുകൊണ്ട് ഈ മൊബൈലൊക്കെ തോണ്ടി ഇതിനകത്തെല്ലാം വൃത്തികേടുകളാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രമേ മൊബൈൽ ഉപയോഗിക്കാം. അപ്പോൾ ദുർവിചാരം, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുക. ഇനിയും ഇത് നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങൾ ഒരിക്കൽ മനഃക്ഷോഭം ഉള്ളവരായിരുന്നു. ഇപ്പൊ ഈ നോമ്പ് കഴിഞ്ഞപ്പോ മനഃക്ഷോഭമല്ല. കണ്ണാടിയിട്ട് അമ്മാമ്മയുടെ പേരെന്നാ? ജെസ്സിയെ അങ്ങോട്ട് വന്നിട്ട് എന്താണ് താമസിച്ചെന്ന് 2 അടി അടിച്ചാലും അങ്ങനാണെങ്കിൽ മനഃക്ഷോഭമില്ല. ഒരിക്കൽ നിങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയും. ദൂരെ എറിഞ്ഞത് പോലെ ഈ രാത്രിയിൽ നിങ്ങൾ പലതും ദൂരെ എറിയണം. ഒന്ന് അമർഷം. മോളെ, പല്ല് കടിക്കുന്ന സ്വഭാവം പെണ്ണിനൊക്കെ ഉള്ളത്. അമ്മായിയമ്മയോടും ഭർത്താവിനോടും പല്ല് കടിക്കുക. അമ്മായിയമ്മയോട് പറഞ്ഞാൽ മകൻ അമ്മയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് പറയും. അതുകൊണ്ട് മൊത്തം പല്ല് കടി ഇങ്ങനെ അരച്ച് കടിക്കുക. ഈ പല്ല് കടിച്ചിറക്കുന്ന ഉമിനീരുണ്ട്. നിങ്ങൾ അമർഷമുള്ള ഉമിനീരുണ്ടല്ലോ, നിങ്ങൾക്ക് അൾസർ ഉണ്ടാക്കും. എന്തുണ്ടാകും? വിട്ടുമാറാത്ത സ്ത്രീകളുടെ തലമുടി കൊഴിയാൻ തുടങ്ങും. ആരോടെങ്കിലും നിങ്ങൾക്ക് അമർഷമുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ നോക്കിക്കും.
നിങ്ങളുടെ തലോടി പൊഴിയാൻ തുടങ്ങും. വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവും, ചിലപ്പോൾ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം. ഓ, ഇയാൾ വന്നിരിക്കുക മാവേലിക്കലെന്ന് കുറെ ഇത് പറഞ്ഞ ദൈവദൂഷണം, വചനത്തിനെതിരെ പറഞ്ഞ ദൈവദൂഷണം തുടങ്ങിയവ വർജിക്കും. നീ വർജിക്കാനാണോ പറഞ്ഞത്? അമർഷമുള്ള അമ്മാമ്മേ അമർഷം വർദ്ധിക്കും, അമർഷമുള്ള ചേട്ട അമർഷം വർദ്ധിക്കും, അമർഷം, ക്രോധം ഇവയെല്ലാം വർദ്ധിക്കും. അടുത്ത് ഇടത്ത് വളർത്തിയിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഒരു കാരണവശാലും കള്ളം പറയരുത്. ഇങ്ങോട്ട് നോക്കി, അച്ഛൻ വന്ന് ചോദിക്കുക, എന്താ രിസി, എത്ര രൂപ ഉണ്ട് ബാങ്കിൽ? അച്ഛാ ബാങ്കിൽ ഒന്നുമില്ലെന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ ഉണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ ഉള്ളതായിട്ട് പറയണം. അല്ല, ഇവിടെ ഒന്നുമില്ലേ, ഞങ്ങൾ പാവങ്ങളാണ്, പിച്ചക്കാരാണ്, ഇന്നും സ്റ്റേഷനറിയാണ് മേടിക്കുന്നത്. 14 ബാങ്കിൽ അക്കൗണ്ട് ഇട്ടിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാൾ വെളിയിലോട്ട് ഇറങ്ങി, അയാൾ പണക്കാരനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുന്നതുകൊണ്ട് ഈ പാറ്റി എടുക്കുന്നുണ്ട്, പറയാം 500 രൂപ ഇങ്ങോട്ട് കടം. അപ്പോൾ പറയാ, എൻ്റെ അർത്ഥം എന്നാ, ഇയാളോട് ആരും കടം ഇങ്ങനെയുള്ള കയ്യിലിരിക്കുമ്പോൾ ഭയങ്കര വിളിക്കണം. അമർഷം, ക്രോധം, ദൈവദൂഷണം. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അതാണ് നോയമ്പുകാലം. പഴയ മനുഷ്യന്റെ സവാടത്ത് നടത്തണം. അവസാന ഞായറാഴ്ച പോകുമ്പോൾ പറയണം, പഴയ മനുഷ്യന്റെ സവാടൊക്കെ ഓഫീസിൽ ചൊല്ലിക്കഴിഞ്ഞിട്ട് ആച്ചാ വരുന്നെന്ന് പറയണം. പറയൂ, വിശുദ്ധി പറയുമോ? പഴയ ലിസിയുടെ സവാടക്ക് കഴിഞ്ഞു, ഇപ്പൊ പുതിയ ലിസിയോട് എന്ത് ചോദിച്ചാലും അജിക്ക് കിട്ടും. ഇപ്പൊ ചോദിച്ചോണം കേട്ടോ, പൈസ വേണമെങ്കിൽ ചോദിച്ചോണം, നല്ല പൈസ ഉണ്ട് കയ്യിൽ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യണം. ഇതാണ് നോമ്പ്. പറഞ്ഞ് പഴയ മനുഷ്യനെ, എന്നിലെ പഴയ മനുഷ്യൻ. മോളുടെ പേരെന്നാടി? നിന്റെ പഴയൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും ആദ്യം ആ സ്വഭാവം മാറണം. ഞാൻ പലതും പറയാൻ ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിൽക്കത്തില്ല. ഇങ്ങനൊക്കെ പറയുന്നതൊന്നും പറയാം. അപ്പൊ പഴയ മനുഷ്യൻ അവന്റെ ചെയ്തികളോട് ഉപേക്ഷിക്കണം. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി തീരുക എന്നുള്ളതാണ് നോമ്പ്. അല്ല ഇറച്ചി മീനും വർദ്ധിക്കുന്നതല്ല, അത് നല്ലതാ. പക്ഷെ അതിനുപോലെ പുതിയ മനുഷ്യനാണ്, പുതിയ വ്യക്തി. കണ്ണാടിയുടെ പേരെന്നാ? എലിസബത്ത്. കണ്ടോ, നല്ല പേരാ എലിസബത്ത്. കണ്ടോ, എലിസബത്തെ. പഴയ എലിസബത്തിന്റെ ശവടക്കം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സ്നാമയോഹന്നാന്റെ ഭാര്യയായ എലിസബത്തിന്റെ അതേ സ്വഭാവം വിശുദ്ധ കണ്ടില്ലേ? അപ്പോ പെട്ടെന്ന് ഇവിടെ ഗ്രീക്കുകാരനെന്നോ, ഇവിടെ ഗ്രീക്ക് എന്നുള്ളിടത്ത് ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? മീയന്നൂരുകാരനെന്നോ പറ. അടുത്ത സ്ഥലത്തിന്റെ പേരെന്നാ? കൊട്ടറക്കാരനെന്നോ, കുണ്ടറക്കാരനെന്നോ, അപരിചേതനെന്നോ, എന്തുവാ? പുന്നമൊട്ടുകാരനെന്നോ, അപരിഷ്കൃതനെന്നോ, സ്ഥിതിയെന്നോ, അടിമയെന്നോ, സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു എല്ലാമാണ്. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു എന്ന് പറഞ്ഞ്, എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു. അടുത്തിരിക്കുന്ന വ്യക്തികളോട് എന്നിൽ ക്രിസ്തു. ആദ്യം എങ്ങനെയുള്ള നെഞ്ചത്ത് വിളിച്ചോണ്ട് എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, കരം വീശിക്കൊണ്ട് പറ, എല്ലാവരിലും ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, 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 ക്രിസ്തു. അതുകൊണ്ട് അതിന്റെ 12-ാം വചനം പറഞ്ഞു നിർത്തുകയാണ്. ചേർത്താ, അതിനാൽ ദൈവത്തിന്റെ മാവേലിക്കൽ രൂപതയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഇവര് വണ്ടി പിടിച്ച് നമ്മളോടൊപ്പം വരും കേട്ടോ. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധനെ കാണിച്ച അനീഷിനെ നോക്ക്, അവന്ന് പിടി, അവനെ പിടി. എന്തൊരു പരിശുദ്ധനാണോ! നീ പരിശുദ്ധിയോടുകൂടിയേ അവൻ അൾത്താരെ കയറത്തുള്ളൂ. പരിശുദ്ധനം എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ? കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുന്ന ക്രിസ്ത്യാനിയായി മാറാം. ചാടി എഴുന്നേറ്റു.
ചാടി എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. 1.5 മണിക്കൂർ പിന്നിട്ട് പോയി. ആർക്കും വിഷമമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. വീണ്ടും ഒരു നോമ്പ് കാലം ഈ ഭവനത്തെ സണ്ണി സഹോദരനെയും കുടുംബത്തെയും ദാനമായി കൊടുത്ത കുടുംബം, ആ മകള്, വായിച്ച മകള്, ഇന്ന് ഇവിടെയുള്ള അനീഷ്, എലിസബത്ത്, ഇവരുടെ എല്ലാവരെയും, ലിസി, എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നിങ്ങളുടെ വിഷമതകളൊക്കെ ഒന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറവുള്ളവനും പോരായ്മക്കാരനും പോരായ്മയുള്ളവളുമാണ്. എങ്കിലും ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നോമ്പ് കാലം എന്നെ കാണുന്നവർ പറയണം, മറ്റൊരു ക്രിസ്തുവാണ്. ദൈവിക സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം എന്നെ മാറ്റണം. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സമർപ്പിച്ചു. ഞാനിപ്പോൾ ഒന്ന് സമർപ്പിക്കുകയാണ്. എൻ്റെ മകന് എൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് പോയത് നല്ലൊരു ജോലിയുണ്ട്. 32 വയസ്സ് കഴിഞ്ഞിട്ടും അവന് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്ന പെങ്കൊച്ചിനെ ഇതുവരെ കിട്ടി. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും പ്രാർത്ഥിച്ചു. ഈ നോമ്പ് കാലം കഴിയുമ്പോൾ ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം എടുത്ത് മാറ്റണം. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർപ്പുണ്ടാകണം. എല്ലാവരും ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർപ്പുണ്ടാകണം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ വേദനകൾ, കണ്ണുനീര് എല്ലാം ഈശോടും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ നിന്നെ ദൈവം ഈ ലോകത്തിൽ നിന്ന് വിളിക്കത്തില്ല. എല്ലാവരും ഈ വചനം ഒന്ന് കേട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിറവേറുന്നത് വരെ നിന്റെ ദൈവം നിന്നെ കൈവിടില്ല. അജി 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ, അജി ഒരു സ്വന്തമായ ഒരു കാറ് വേണം. ഈ വർഷത്തിന്റെ പകുതിയോടുകൂടി ആയപ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ കാറെടുത്തു. ദൈവം അവനെ നല്ലൊരു കാറ് കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നീ മുട്ടപ്പായി പ്രാർത്ഥി. കർത്താവേ, ഒരു പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ നീ കാണിച്ചു തരണം. കടബാധ്യതയുള്ളവർ ആ മേഖലയിൽ ഒന്ന് സമർപ്പിച്ച്, എല്ലാവരും ഒന്ന് സമർപ്പിച്ച്, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നിറവേറുന്നത് വരെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുകയില്ല. ചിലപ്പോൾ നിന്റെ കുടുംബത്തിലെ അനുസരിക്കാത്ത മക്കളായിരിക്കാം, മദ്യപിക്കുന്ന ജീവിത പങ്കാളി ആകാം, എന്ത് തന്നെ ആയാലും ആ വിഷയങ്ങളെല്ലാം ഒരു നിമിഷം പറഞ്ഞ് കണ്ണുനീരോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, എല്ലാ മക്കളും ഈശോയെ എന്ന് വിളിച്ച് കരങ്ങളുയർത്തി യേശുവേ, ഹല്ലേലൂയ, 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 റുബിനിയ, 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 ഈര, 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 റബ്ബലിയ, 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 സലബിയ, റബ്ബലിയ, സബഹോയബിയ. യേശുവേ, യേശുവേ. നമ്മൾ എല്ലാവരും വൈദികനിലേക്ക് ഒന്ന് കൈനീട്ടിക്കേ. അച്ഛനുമായിട്ടുള്ള ബന്ധം ഒരു 20 വർഷത്തെ ബന്ധമാണ്. നാളിതുവരെ ചിരിക്കുന്ന മുഖമേ അച്ഛൻ കണ്ടു, ഞാനും അച്ഛൻ കണ്ടു. അച്ഛന് ജീവിതത്തിലെ തൻ്റെ ഇടവക ജനങ്ങൾ സന്തോഷത്തോടും വിശുദ്ധിയോടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വൈദികനാണ്. അച്ഛനിലേക്ക് കരങ്ങൾ നീട്ടിക്ക്. എല്ലാവരും അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വൈദികനെ സമർപ്പിക്കുക. കർത്താവേ, നോമ്പുകാലം, കർത്താവേ, അടുത്ത ഞായറാഴ്ച ഓശാനയാണ്. തുടർന്ന് ഇതാ ദുഃഖവെള്ളിയാഴ്ചയും അല്ലെങ്കിൽ പെസഹായാലും ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ അച്ഛൻ്റെ കരങ്ങൾ വഴി ഈശോ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിക്കണം. യേശുവേ, അച്ഛനെ അനുഗ്രഹിക്കണമേ. അച്ഛന് ദാനമായിട്ട് കൊടുത്ത കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ, നന്ദി ഈശോ. ഹല്ലേലൂയ. പരസ്പരം ഈശോ ശരിയാക്കി.